ദൈവതിരുനാമത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ ഒന്നിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ഒപ്പം ദൈവവചന കേൾവിക്ക് വേണ്ടി സന്തോഷത്തോടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ, കർത്തൃദാസന്മാരുടെ നടുവിൽ എൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ഉയർത്താൻ, സ്തുതിക്കാൻ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിപ്പാൻ ഈ മലയോരത്ത്, ഈ പ്രദേശത്ത്, വാഗമണ്ണിൽ ദൈവമായ കർത്താവ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതോർത്ത് നിങ്ങളുടെ എല്ലാവരുടെയും നടുവിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതോടൊപ്പം ഇങ്ങനെ വളരെ അനുഗ്രഹീതമായ നിലവാരത്തിൽ വർഷങ്ങളായി നടത്തി വരുന്ന ഈ ആത്മീക യോഗത്തിൽ ഈ വർഷത്തിൽ എന്നെ കൂടി സഹകരിപ്പിക്കാൻ ആത്മാർത്ഥത കാണിച്ച് എന്നെ ക്ഷണിച്ച് വിലപ്പെട്ട സമയം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തു തന്ന സഭയുടെ അധ്യക്ഷനും ഈ രാത്രിയിലെ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ മാർട്ടിൻ, ബാക്കി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിൻ്റെ മക്കൾ, ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ദൈവമക്കൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ ആത്മസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. കർത്താവിൻ്റെ തിരുകൃപ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവദൂതന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. പരിശുദ്ധാത്മ വ്യാപാരം നമ്മുടെ മധ്യത്തിലുണ്ട്. അഭിഷിക്തന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രാർത്ഥിക്കുന്നവരെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ അധികാരം പ്രാപിച്ചവർ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്ന സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയും അന്ധകാരത്തിൻ്റെ ശക്തികൾ തകരുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരായ ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രത്തോടെ എല്ലാവരും ചേർന്ന്, ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാൻ സാത്താന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ല. എൻ്റെ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. എൻ്റെ ദൈവം എനിക്ക് ശുശ്രൂഷ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും ഒരല്പസമയത്ത് സർവായുധ വർഗം ധരിച്ച ദൈവസഭയുടെ പക്ഷത്ത് നിൽക്കുന്നവരെല്ലാം ഈ മലമുകളിൽ ഇരുന്നു കൊണ്ട് ആർത്തു വിളിച്ച് ആരാധിക്കുമ്പോൾ മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വീണ്ടും ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം നിങ്ങളുടെ ശബ്ദം മുഴുവനെടുത്ത്, നിങ്ങളുടെ ബലം മുഴുവനെടുത്ത് ഒരുമിച്ച് ശക്തിയോടെ അഭിഷിക്തന്മാര് പറയട്ടെ, ദൈവത്തിന്റെ അഭിഷേകമുള്ള ഞാനിവിടെ വന്നിട്ടുണ്ട്. പ്രവാചകന്മാര് പറയട്ടെ, പ്രവാചക വരമുള്ള ദൈവത്തിന്റെ ദാസനാണ് ഞാനിവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥന പോരാളികൾ പറയട്ടെ, ഇന്ന് രാത്രി ഞാനിവിടെ വന്നിട്ടുണ്ട്. സർവായുധ വർഗം ധരിച്ചവർ ഒന്നിച്ച് പറയട്ടെ, ഇന്ന് രാത്രി ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇരുട്ടിന്റെ ശക്തികളോട് വിളിച്ചു പറയാൻ കഴിവുള്ള എല്ലാവരും ഒരുമിച്ച് ശക്തിയോടെ പറഞ്ഞു തുടങ്ങുക, ഇന്ന് രാത്രി ഞാൻ ഇവിടെയുണ്ട്. ഏലിയ ഉള്ളിടത്ത് ബാലിന് വെളിപ്പെടാൻ കഴിയാതെ പോയതുപോലെ ഇന്ന് രാത്രി നീ ഉള്ളിടത്ത്, നിന്റെ സാന്നിധ്യമുള്ളിടത്ത്, നിന്റെ സാന്നിധ്യമുള്ളിടത്ത്, നിന്റെ ശബ്ദം മുഴങ്ങുന്നിടത്ത്, നിന്റെ ആരാധന വെളിപ്പെടുന്നിടത്ത് പോരാ ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. ഹല്ലേലൂയ. അന്യഭാഷയിൽ തന്നെ നിങ്ങൾ ഉറച്ചേ, നിങ്ങൾ ആരാന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞേ, നീ ആരാന്ന് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറഞ്ഞേ, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ആത്മീക യുദ്ധം നടക്കുന്ന ദിവസമാണ്. ഇന്ന് ദൈവപ്രവൃത്തി നടക്കുന്ന ദിവസമാണ്. ഇന്ന് അന്യായ ബന്ധനങ്ങൾ അഴിയുന്ന ദിവസമാണ്. ഇന്ന് ഈ ദേശത്തിന്റെ ഇരുട്ടിന്റെ കെട്ടുകൾ പൊട്ടുന്ന ദിവസമാണ്. യെസ്, ഇറങ്ങട്ടെ, ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ഓരോരുത്തരും നിറയട്ടെ. ശമനാരഗാദല ഹംദലരഗദനാദര യേശുവിന്റെ നാമത്തിൽ പരീശന്മാരുടെ മനസ്സോടുകൂടി ഒറ്റ തിരിഞ്ഞിരിക്കരുത്. ആരാധിക്കുന്നവരുടെ കൂടെ ചേരുക, ആത്മാവിൽ നിറയുന്നവരുടെ കൂടെ ചേരുക. വിമർശകരുടെ കൂടെ നിൽക്കരുത്, കാഴ്ചക്കാരുടെ കൂടെ നിൽക്കരുത്. ഇന്ന് രാത്രി വിടിവിച്ചെടുക്കുന്നവൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാത്രി നീ ദൈവത്തിന്റെ പക്ഷത്ത് മാറി നിന്ന് ആരാധിക്കുക. കൃപ, 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 കൃപ.
എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, ഈ ദേശത്തെ പിടിച്ചെടുക്കണമേ, ആത്മാക്കളെ വിടുവിച്ചെടുക്കണമേ, തീരുമാനമെടുക്കാൻ ജനത്തിന് കഴിയണമേ, ഭീതിപ്പെടുത്തുന്ന ശക്തിയെ ശാസിച്ചകറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയാരവത്തോടെ, ജയാരവത്തോടെ 4 പോയിന്റുകൾ ഈ രാത്രി പറഞ്ഞില്ലെങ്കിലും ആത്മശക്തി വ്യാപരിക്കുമ്പോൾ മെഴുകുരുകുന്നത് പോലെ ചിലരെ വിട്ടുതരാത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾ ഉരുകി മാറുന്നത് ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വിടുതൽ നടക്കുകയാണ്. നിങ്ങൾ വിട്ടിട്ട് പോകുന്ന ഭവനത്തിൽ വിടുതൽ നടക്കുകയാണ്. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് വിടുതൽ നടക്കുകയാണ്. സഭയുടെ അതിരുകൾ വിശാലമാകുകയാണ്. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കൃപാനാബാദികന ശംദനാദലക്ഷ സഖാനിയാദലക്ഷസി. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Praise the Lord. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. കരമുയർത്തി ഒന്നോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ആത്മീക യോഗത്തിൻ്റെ പ്രത്യേകത പറയാം, എന്നിട്ട് ഞാൻ കുറിവാക്യം വായിക്കും. ഭയങ്കര ദൈവ സാന്നിധ്യം. ഓരോ വാക്കുകൾ പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു ഒഴുക്കുന്ന രാത്രി നടക്കുകയാണ്. എപ്പോൾ ഇന്ന് രാത്രി യോഗം തീരുമെന്ന് പറയാൻ പറ്റില്ല. സ്വർഗം ചില കാര്യങ്ങൾ ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെല്ലാം ഒരുങ്ങിയിരുന്നു. അവരെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. രാത്രി കേൾക്കുന്ന രാത്രിയല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു കാണുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി ദൈവം ചില കെട്ടുകളെ അഴിക്കുന്നത്, ചിലരെ പിടിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടശക്തിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കട്ടെ. ആത്മീക യോഗത്തിൻ്റെ പ്രത്യേകത പറയാം. ആത്മീക യോഗത്തിന് മറ്റൊരു യോഗത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത നമ്മൾ ഒന്നിച്ചു കൂടുന്ന ഒരു ആത്മീക യോഗത്തിനുണ്ട്. നമ്മുടെ നാട്ടിൽ വാഗമണ്ണിലും പരിസരത്തും ഹൈറേഞ്ചിൻ്റെ പല കൊച്ചു കൊച്ചു പട്ടണങ്ങളിലും വിവിധ തരത്തിലെ അനേക യോഗങ്ങൾ നടക്കാറുണ്ട്. രാഷ്ട്രീയ യോഗങ്ങൾ, മതപരമായിരിക്കുന്ന യോഗങ്ങൾ, സാംസ്കാരികമായിരിക്കുന്ന യോഗങ്ങളൊക്കെ നടക്കാറുണ്ട്. സ്തോത്രം. സമുദായ യോഗങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ആത്മീക യോഗത്തിൻ്റെ പ്രത്യേകത, ആത്മീക യോഗങ്ങൾക്ക് കാണുന്നൊരു വശമുണ്ട്, കാണാത്തൊരു വശമുണ്ട്. എന്നോടെ പറയാൻ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് വേണ്ടി, ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ ആത്മീക യോഗത്തിന് 2 വശമുണ്ട്. ഒന്ന് കാണുന്ന വശമാണ്. ഞാനിവിടെ നിൽക്കുന്നത്, വെള്ള ഷർട്ടൊക്കെ ഇട്ടി മൈക്കും പിടിച്ച് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടുന്ന വിധത്തിലാണ് കാണുന്ന മണ്ഡലത്തിൽ ഈ ലൈറ്റും വെട്ടവും വെളിച്ചവും ആളും കൂട്ടവും എല്ലാം കാണാം. സ്തോത്രം. അത് കാണുന്ന മണ്ഡലമാണ്. എന്നാൽ ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാണാത്ത മണ്ഡലമുണ്ട്. സ്പിരിച്വൽ റലം എന്ന് പറയും. ആത്മീക ഭാഷയിൽ അതിനെ വിളിക്കുന്നത് ആത്മതലം എന്ന് പറയും. അത് ഇതിനകത്ത് ശരിക്കും വ്യാപരിക്കുന്നുണ്ട്. വിടുതല നടക്കുന്നത് കാണാത്ത മണ്ഡലത്തിലാണ്. ദൈവപ്രവൃത്തി നടക്കുന്നത് കാണാത്ത മണ്ഡലത്തിലാണ്. ഞാനതിൻ്റെ തെളിവ് പറയാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ചെങ്കടൽ തീരത്ത് വന്നു. ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ അക്കരെ കിടക്കണമെന്നുണ്ടെങ്കിൽ കടൽ വിഭജിച്ചപ്പുറം കയറണം. മോശ നിന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഫറവോനും സൈന്യവും പുറകെ എത്തുകയാണ്. ഇരുപുറവും വൻ മലകളാണ്. ആ സന്ദർഭത്തിൽ ആളുകൾക്ക് അക്കരെ പോകാൻ പറ്റാതെ കരയുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, എന്നോട് കരയണ്ട, എൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് കടലിൽ പിളർക്കുക, ജനത്തോട് മുന്നോട്ട് പോകാൻ പറയുക. പുറപ്പാട് പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്, വായിക്കണ്ട. 14-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, വായിക്കണ്ട. മോശ ദൈവം പറയുന്നത് കേട്ട് കടലിന് നേരെ മോശയുടെ കയ്യിലിരുന്ന വടി നീട്ടി നിന്നു എന്ന് എഴുതിയിരിക്കുന്നത്. കടലിന് നേരെ വടി നീട്ടിയപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു കിഴക്കൻ കാറ്റടിച്ചു എന്നാണ്. സ്തോത്രം. അങ്ങനെയാണ് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത്രയുമാണ് ചരിത്രം എഴുതിയ പുറപ്പാട് പുസ്തകത്തിനകത്തുള്ളൂ. ആളുകളെല്ലാം കണ്ടു. 30 ലക്ഷം ആളുകളും അവരുടെ കൂടെ നിന്ന ആളുകളും കണ്ടു. മോശ എന്ന മനുഷ്യൻ
കടലിന് നേരെ വടി നീട്ടി നിൽക്കുന്നതും അവരനുഭവിച്ചു. കാറ്റ് വരുന്നതും കടൽ പിളർക്കുന്നതും കണ്ടു. എന്നാൽ ഈ സംഭവം വേദപുസ്തകത്തിൽ മറ്റ് 5 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. പിന്നീട് ചെങ്കടൽ പിളർന്നതിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രവാചകന്മാർ ആ സംഭവം വ്യത്യസ്ത സമയങ്ങളിൽ കണ്ടു എന്നിട്ട് അവരെഴുതിയിട്ടുണ്ട്. അവർ ദൃക്സാക്ഷികളല്ല, നേരിട്ട് കണ്ടവരല്ല, അവരാത്മാവിൽ കണ്ടവരാണ്. 5 സന്ദർഭത്തിൽ എഴുതിയിട്ടുണ്ട്. 5ഉം ഇവിടെ പറഞ്ഞാൽ അതൊരു ഉപവാസ പ്രാർത്ഥനയായി പോവും. ഞാൻ കൺവെൻഷനല്ലേ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ പ്രസംഗിച്ചിട്ട് പോയാൽ സ്തോത്രം നിങ്ങളെന്തോ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സ്തോത്രം. 1-2 കാര്യം മാത്രം ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പറയാം. ആത്മീക യോഗത്തിന്, ആത്മീക പ്രവൃത്തിക്ക് കാണുന്നൊരു വശമുണ്ട്, കാണാത്തൊരു വശമുണ്ടെന്നുള്ള തെളിവ് പറയാം. സ്തോത്രം. 106-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് മോശ വടി നീട്ടി എന്ന് എഴുതിയിട്ടുണ്ട്, കാറ്റടിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. യഹോവ ശാസിച്ചു എന്ന് എഴുതിയിട്ടില്ല. സ്തോത്രം. അത് കാണാത്ത മണ്ഡലത്തിൽ നടന്ന ഒരു പ്രവൃത്തിയാണ്. വടി നീട്ടി നിന്നപ്പോൾ ആരും അറിഞ്ഞില്ല, ദൈവം കടലിനെ ശാസിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വടി കണ്ടിട്ടല്ല കടൽ പിളർന്നത്, മോശയെ കണ്ടിട്ടല്ല കടൽ പിളർന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ വരിവരിയായി നിൽക്കുന്ന കണ്ടിട്ടല്ല കടൽ പിളർന്നത്. പിന്നെയോ സ്വർഗത്തിലെ ദൈവം ശാസിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറയാൻ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം എൻ്റെ അകത്ത് തിക്കി നിറച്ചിരിക്കുന്നൊരു ദൂത് പറയാം. ഇവിടെ ഇത്രയും പേര് ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുന്നത് എല്ലാവർക്കും കാണാം. വഴിയോരത്ത് നിൽക്കുന്ന ആളുകൾക്ക് കാണാം. ഈ ശബ്ദം അങ്ങ് മലയുടെ അടിയിൽ വരെ എത്തും, അവർക്കെല്ലാം കേൾക്കാം. പക്ഷേ ഈ കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറം ഇന്ന് രാത്രി കാണാമറയത്തിരുന്ന ദൈവം ചില കാര്യം ചെയ്യും. ഹല്ലേലൂയ. ദൈവം ചില കാര്യം ചെയ്യും. ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദേശത്ത് മാറിത്തരാത്ത ചില അന്ധകാര ശക്തികളെ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് ശാസിക്കും. ചില രോഗാത്മാക്കളെ, ചില ദുഷ്ടാത്മാക്കളെ, ചില പാപപ്രവർത്തികൾ ചെയ്യിപ്പിക്കുന്ന പൈശാചിക ശക്തികളെ എൻ്റെ ദൈവം ഇന്ന് രാത്രി ശാസിക്കും. ശക്തിയോടത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, വിടുതൽ നടക്കണമെങ്കിൽ ദൈവം ഇടപെടണം. വിടുതൽ നടക്കണമെങ്കിൽ ചിലതിനെ ശാസിച്ചൊതുക്കണം. ഇന്ന് രാത്രികാല സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പുൽപ്പറ്റിൽ വാക്ക് പറയുന്നത്. ഞാൻ ഈ കസേരയിൽ വന്നിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ജനത്തോട് പറ, നീ ദൈവത്തിന്റെ വചനം പറ, ഞാൻ ചിലതിനെ ശാസിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ മലയോരത്ത് ചില വ്യാപാര ശക്തികളെ ശാസിക്കാം. അത് കണ്ടോണ്ട് ആരാധിച്ചേ ദൈവം ജലത്തിനെ ശാസിക്കും. ദൈവം ശാസിച്ചാൽ തന്നെ വഴിതെളിയോ. കടൽ ഉണങ്ങിപ്പോകും. ഇന്ന് രാത്രി ചില വിഷയങ്ങൾ ഉണങ്ങിപ്പോട്ടെ. പണ്ട് യേശു യെരുശലേമിലേക്ക് പോകുമ്പോൾ കാട്ടത്തിയെ ശാസിച്ചു, അത് വേരോടെ ഉണങ്ങിയത് പോലെ ഇന്ന് രാത്രി ചില കടൽ ഉണങ്ങുന്നത് പോലെ സ്വർഗം ചിലതിനെ ഉണക്കിക്കളയട്ടെ. എല്ലാ ദുരാത്മ ശക്തികളെയും, എല്ലാ രോഗാത്മ ബന്ധനങ്ങളെയും, എല്ലാ പൈശാചിക ബാധകളെയും, എല്ലാ ഇരുട്ടിന്റെ ശക്തികളെയും ആരാധിക്കാൻ ജനത്തെ വിട്ടുതരാത്ത ഈ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തിയെ വാഗമണ്ണിൽ ഈ സഭ യോഗം വെച്ചതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ആരാധിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് ഇന്ന് രാത്രി നീ സ്തുതിക്കുമ്പോൾ, നീ കരമടിക്കുമ്പോൾ, നീ അന്യഭാഷ പറയുമ്പോൾ, നീ യേശുവേ നുറക്കെ വിളിക്കുമ്പോൾ ദൈവം ചിലതിനെ ശാസിക്കുമെന്ന് പ്രവാചകനെ പോലെ ഞാൻ വിളിച്ചു പറയുകയോ. അത് അനുഭവിക്കാൻ കൊതിയുള്ള ദൈവമക്കൾ വായടച്ചിരിക്കാതെ സ്തുതിച്ചു തുടങ്ങ. Hallelujah. Dora, Dada, Regana, Hadaga, Regana, Dinaya, Chagada, Dagana.
ഒരറ്റം മുതൽ അഴിഞ്ഞു തുടങ്ങട്ടെ. ദൈവത്തിന്റെ ശാസനയാൽ ഒരറ്റം മുതൽ അഴിഞ്ഞു തുടങ്ങട്ടെ. ദേശത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു തുടങ്ങട്ടെ. പിശാചിന്റെ പ്രവർത്തികൾ അഴിഞ്ഞു തുടങ്ങട്ടെ. പിശാചിന്റെ പ്രവർത്തികൾ അഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ പ്രവർത്തികൾ അഴിഞ്ഞു തുടങ്ങട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവാത്മാവ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. ഇന്ന് രാത്രി ദൈവം അത് ചെയ്യുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. രാത്രി കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിന് എനിക്കിതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ അകത്ത് ദൈവം ഭയങ്കര സമ്മർദ്ദം തരുന്നു. നീ ചെരിപ്പെടാത്ത കാലുകൊണ്ട് ഈ മലയിൽ മുഴുവൻ നടന്നിട്ട് സ്തോത്രം അഴിയാത്ത കെട്ടുകളെ നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം ശാസിച്ചൊതുക്കും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് വചന വെളിപ്പാട് തരുന്നു. നിങ്ങൾ ദൈവദാസന്മാർ വായിച്ചിട്ടില്ലേ സങ്കീർത്തനത്തിനകത്ത്, ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികളുടെ കാളക്കിടാവിനെയും ശാസിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് രാത്രി ഒരു രാജാവാണ് അദ്ദേഹം. രാജാവ് ദാവീദ് ഒരു രാജാവാണ്. അദ്ദേഹം എന്തിനാ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചേ? എന്താ പ്രാർത്ഥിച്ചേ? ഹല്ലേലൂയ. ദൈവമേ, ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികളുടെ കാളക്കിടാവിനെയും നീ ശാസിക്കണമേ എന്ന് പ്രാർത്ഥിച്ച എന്തിനാ? ഒരു രാജാവിന് അധികാരമുണ്ട്, രാജാവിന് സൈന്യമുണ്ട്, രാജാവിന്റെ ആയുധമുണ്ട്. എന്നാൽ ഇതൊക്കെ ചെലവാക്കിയിട്ട് ഒതുങ്ങാത്ത ചില വിഷയങ്ങൾ ദൈവം ശാസിച്ചാലേ ഒതുങ്ങത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് ദാവീദ്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നീ പ്രാർത്ഥിക്കുക, ദൈവം ചിലതിനെ ശാസിക്കും. ഞാങ്ങണയുടെ ഇടയിൽ പതുങ്ങിക്കിടക്കുന്നത് പോലെ നിന്റെ കുടുംബത്തിനകത്ത് പതുങ്ങിക്കിടക്കുന്ന, നിന്റെ ജീവിത പങ്കാളിയിൽ പതുങ്ങിക്കിടക്കുന്ന, നിന്റെ മക്കള് ഞാങ്ങണ പോലെ വളരേണ്ടവരാണ്, അവരുടെ ഇടയിൽ ഒളിച്ചു കിടക്കുന്ന ചില ദുഷ്ടജന്തുവിനെ ഇന്ന് രാത്രി അമ്മ ഇവിടെ ആരാധിക്കുമ്പോൾ, അപ്പൻ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവദാസന്മാർ നിങ്ങളുടെ നേരെ കരം നീട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നിന്റെ കുടുംബത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില ജാതീയ വ്യാപാരങ്ങളെ, ചില കാളക്കൂറ്റന്മാരെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം ശാസിക്കട്ടെ. ശമന രഖന ദുരഗ ജനയ ശംദരാദര രമന ഗദരഗഡഗമനവ ശരാദലാദരാദര അർത്ഥരക്ഷ കന്ദന ബൗഡിവിനിയാദരക്ഷസ്യ. രക്തത്താലേ ജയം, രക്തത്താലേ ജയം, രക്തത്താലേ ജയം. രാത്രി ഹല്ലേലൂയ, നിങ്ങൾ എവിടെ നിന്ന് വന്നെന്ന് നോക്കണ്ട. എന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ വിഷയമുണ്ട്, ഇന്നത് തീർക്കാനാ ദൈവം നോക്കുന്നത്. നിന്റെ കുടുംബജീവിതത്തിൽ വിഷയമുണ്ട്, ഇന്നതിനെ ശാസിക്കാനാ ദൈവം വന്നിരിക്കുന്നത്. ഇതിനകത്ത് ദൈവം ഇറങ്ങിയിരിക്കുന്നത്. നിന്റെ തലമുറയ്ക്ക് ബന്ധനമുണ്ട്, അതിനെ ശാസിക്കാനാണ് സ്വർഗ്ഗം ഇറങ്ങിയിരിക്കുന്നത്. അപ്പാ 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 ആത്മാക്കളെ വിട്ടുതരാത്ത, സുവിശേഷം എത്ര പറഞ്ഞാലും, ലക്ഷക്കണക്കിന് രൂപ മുടക്കി വചനം അറിയിച്ചാലും ജനത്തെ വിട്ടുതരാതെ പിടിച്ചു വെക്കുന്ന സകല ദുഷ്ടജന്തുക്കളെയും ഇന്ന് രാത്രികാലം ജാതികളുടെ ശക്തികളെയും സ്വർഗം ശാസിച്ചിട്ട് സാപം നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ദൈവാത്മാവിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.
ദൈവം ശാസിക്കുന്നു ചിലതിനെ. ഇന്ന് രാത്രി നീ ഇവിടെ മൗനമായിരുന്നാൽ സ്വർഗം മൗനമായിരിക്കും. നീ കരയാൻ തുടങ്ങുമ്പോൾ, നീ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, നീ തീരുമാനമെടുക്കാൻ തുടങ്ങുമ്പോൾ, നീ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കുമ്പോൾ, നീ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, നീ സ്നാനപ്പെടാൻ തീരുമാനമെടുത്താൽ, നീ വേർപെട്ട് ആരാധിക്കാൻ തീരുമാനമെടുത്താൽ, ഇന്ന് രാത്രി ഞാൻ ഒന്നും മറച്ചു വെക്കാതെ വിളിച്ചു പറയുന്നു, ഞാൻ ചിലതിനെ ശാസിക്കാമെന്ന് സ്വർഗം നിന്നോട് ആലോചന പറയുന്നു. ക്യാൻസറിനെ, ട്യൂമറിനെ, രോഗാത്മാവിനെ ഇന്ന് രാത്രി യേശു ശാസിക്കട്ടെ, ദൈവം ശാസിക്കട്ടെ. വിടുതലുമായി മടങ്ങുവാൻ ദൈവജനത്തിന് ഇന്ന് രാത്രി ഭാഗ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Ratinatara balasandana vaishika manaturajanam പ്രബന്ധനം ഘടകരക്ഷസ്യ. ഓൺലൈനിൽ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ എവിടെ ഇരുന്ന് വാച്ച് ചെയ്താലും നിങ്ങൾക്കിത് ഏതുമില്ലെന്ന് പറയരുത്. ഇതൊരു ടെലിവിഷൻ പ്രോഗ്രാം അല്ല, ഇതൊരു യൂട്യൂബ് പ്രോഗ്രാം അല്ല, ഇത് ആത്മീക പോരാട്ടമാണ്. നിന്റെ ജീവിതത്തെ ഉയർത്താതിരിക്കാൻ ശത്രു ചെയ്തിരിക്കുന്ന സകല പണികളെയും നീ എവിടെ ഇരുന്ന് വാച്ച് ചെയ്താലും സ്വർഗം ഇന്ന് ശാസിക്കാൻ ഉറച്ച തീരുമാനത്തോടെ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ നീ സമർപ്പിക്കാൻ. Jesus, we worship you, Lord. We praise you, Lord. With thanksgiving to Lord. Hallelujah. Rasatana shabana ragachasya. Hallelujah. 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 ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭയങ്കര വിടുതൽ നടക്കും. നിങ്ങളുടെ മക്കൾക്ക് ഭാവി ഒരുങ്ങി വരും. കർത്തൃദാസന്മാരുടെ ശുശ്രൂഷ തെളിഞ്ഞു വരും. നിങ്ങളുടെ യാത്രകൾ ഒരുങ്ങും. നിങ്ങളെ ദൈവം പല സ്ഥലത്ത് അയക്കും. നിങ്ങൾക്ക് കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചു തരും ദൈവം. ദൈവം അത് ചെയ്യുന്ന രാത്രിയാണത്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കണ്ണുകളുടെ ചുരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മീക യോഗത്തിന് കാണുന്നൊരു വശമുണ്ട്, കാണാത്തൊരു വശമുണ്ട്. പാവപ്പെട്ട ഞങ്ങൾ ഈ മലയുടെ മുകളിൽ വന്ന് അങ്ങേ ആരാധിക്കുകയും അങ്ങയുടെ വചനം കേൾക്കുകയും അങ്ങേ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വെറും മണ്ടന്മാരായി പോയിന്ന് വരരുത്. ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയിന്ന് വരരുത്. കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ആരും രക്ഷിക്കപ്പെട്ടില്ല എന്ന് വരരുത്. ഇന്ന് രാത്രി ചിലതിനെ ശാസിച്ചങ്ങ് മാറ്റിയിട്ടിട്ട് അങ്ങയ്ക്കുള്ളതിനെ വേർതിരിച്ചെടുക്കണമേ എന്ന് നിങ്ങൾ ചിലർ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഈ യോഗത്തിന്റെ മൂന്നാം രാത്രിയെ അത്ഭുതത്തിന്റെ രാത്രിയാക്കി മാറ്റാൻ കരയാൻ തോന്നുന്നവരെല്ലാം കരയും. എനിക്ക് പ്രസംഗിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് നിലവിളിക്കാനാ തോന്നുന്നെങ്കിൽ നിലവിളിക്ക്. നിങ്ങൾ അപ്പാന്ന് വിളിക്കാനാ തോന്നുന്നെങ്കിൽ അപ്പാന്ന് വിളിക്ക്. നിങ്ങൾക്ക് ആരാധിക്കാനാ പ്രേരിപ്പിക്കുന്ന ആരാധിക്ക്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഒരു ചടങ്ങ് നിർവഹിച്ചിട്ട് പോകാതെ ദൈവപ്രവൃത്തി കണ്ടിട്ട് പോകാൻ നിങ്ങൾക്ക് അലറി കരയാനാ പ്രേരണയെങ്കിൽ നിങ്ങൾ ആരെ നോക്കണ്ട, അലറി കരയാ. ഈ പ്രദേശത്ത് ഉണർവുണ്ടാകട്ടെ. ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്ഥാപനം ദൈവത്തിന്റെ സഭയായി മാറട്ടെ. ഈ നാട്ടിലെ വാഗമണ്ണിലെ ഏറ്റവും വലിയ സ്ഥാപനം ദൈവത്തിന്റെ സഭയായി മാറട്ടെ. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന, ഏറ്റവും കൂടുതൽ ശുശ്രൂഷകൾ നടക്കുന്ന, ഏറ്റവും കൂടുതൽ വിടുതലുകൾ നടക്കുന്ന, ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും അധികം വാഹനങ്ങൾ വരുന്നത് ദൈവത്തിന്റെ സഭയിലേക്കാകട്ടെ. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കൃപരക ജഗദന വൈഡബനാദല ഹടഗക്ഷസ്യ. വലിയ ഉണർവ് നടക്കാൻ പോകുക. അതിനോട് ചേർന്ന് നിൽക്കാൻ മനസ്സുള്ളവരെല്ലാം ഇന്ന് രാത്രി ചേർന്ന് നിന്നു. നിങ്ങൾക്ക് ദൈവം ബലം തരും, നിങ്ങൾക്ക് ദൈവം സൗഖ്യം തരും, നിങ്ങൾക്ക് ദൈവം നല്ല ബുദ്ധി തരും. നിങ്ങളുടെ മക്കളെ ദൈവം നല്ല രാജ്യങ്ങളിൽ കൊണ്ടുപോകും. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ മാറി നിൽക്കട്ടെ. ഈ രാത്രി ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ തീരുമാനമെടുക്കട്ടെ.
വലിയ ഉണർവുണ്ടാകും, വലിയ ഉണർവുണ്ടാകും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുക, വലിയ ഉണർവുണ്ടാകും. സ്തോത്ര ഹല്ലേലൂയ. അഭിഷിക്തനെ, നിങ്ങളെ തേടി താഴ്വരയിൽ നിന്ന് വണ്ടി വരും, വണ്ടി നടച്ചാല് വരും ഒരു സഭായോഗം കൂടാൻ. ദൈവം ശാസിക്കാൻ തുടങ്ങി. നിനക്കെതിരെ നിന്ന ശക്തികളെ, നിന്നെ ഇവിടെ നൃത്തത്തിൽ നിന്ന് വാദിച്ച ശക്തികളെ, നിന്റെ ചലനങ്ങൾ വീക്ഷിക്കാൻ ഇവിടെ നിരീക്ഷണം നടത്തിയ ശക്തികളെ എന്റെ ദൈവം ശാസിക്കാൻ തുടങ്ങി. ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഹല്ലേലൂയ. ഇനി അതിന് നിൽക്കാൻ കഴിയില്ല. ദൈവം ശാസിച്ച വേരുണങ്ങുമെന്ന് എന്റെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദൈവം ശാസിച്ചാൽ ഇലയല്ല ഉണങ്ങുന്നത്, ദൈവം ശാസിച്ചാൽ പൂവല്ല ഉണങ്ങുന്നത്, ദൈവം ശാസിച്ചാൽ തടിയല്ല ഉണങ്ങുന്നത്, ദൈവം ശാസിച്ചാൽ വേരുണങ്ങും. ഇവിടെ ചില ദുഷ്ടശക്തികളുടെ വേര് എന്റെ ദൈവം ഉണക്കി തരും ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഉല്ലസിച്ച് ആഘോഷിച്ചു കൊള്ളുക. നിങ്ങളുടെ ജയം വന്നിരിക്കുന്നു. രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്, നമ്മൾ കണ്ണടച്ചതാണ്, പക്ഷേ സ്വർഗം ഇന്ന് രാത്രി ചലിക്കുകയാണ്. ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് രാത്രി ഒരു ആത്മീക യുദ്ധം നടന്നിട്ടേ ദൈവം മടങ്ങി പോകത്തുള്ളൂ. ചിലരെ വിടുവിച്ചിട്ടേ പോകത്തുള്ളൂ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ കണ്ണീരിന് മറുപടിയായി, നിന്റെ ഉപവാസം വിടുതലായി. അപ്പാ 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 അപ്പാ, ഈ നാടിനെ അനുഗ്രഹിക്കണേ, ഈ നാടിനെ അനുഗ്രഹിക്കണേ, ഈ നാടിനെ അനുഗ്രഹിക്കണേ അപ്പാ. ഞങ്ങൾ വാഗമണ്ണിനെ അവകാശം പറയുകയാണപ്പാ. മ്ലേച്ഛതകൾക്കല്ല, ആഘോഷങ്ങൾക്കല്ല, ആരാധനയ്ക്ക് വേണ്ടി ഈ നാട് മാറ്റിയിടണമേ. ദൈവത്തെ ആരാധിക്കുവാൻ ഇവിടെ ജനം എഴുന്നേൽക്കണമേ. ആ രോഗത്തിന്റെ വേരുണങ്ങുന്നു, ആ ദുഷ്ടന്റെ വേരുണങ്ങുന്നു, ആ കടഭാരത്തിന്റെ വേരുണങ്ങാൻ തുടങ്ങുന്നു. സ്വർഗം ചില വേരുണക്കി കളയുന്നു. നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത, നിന്റെ ശുശ്രൂഷ പുറത്തു കൊണ്ടുവരാത്ത ആ ദുഷ്ടശക്തിയുടെ വേര് ഇന്ന് 28-ാം തീയതി രാത്രി ഉണങ്ങാൻ തുടങ്ങുകയാണ്. യേശുവേ, യേശുവേ, യേശുവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി അപ്പ. സഭ ഉണരട്ടെ, വലിയ ആത്മീക വിപ്ലവം നടക്കട്ടെ.
ബാക്കി എല്ലാ ശക്തി ഒതുങ്ങട്ടെ. ദൈവത്തിൻ്റെ ജനം എഴുന്നേക്കട്ടെ. കൃപ വ്യാപരിക്കട്ടെ. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അസാധാരണമായ അവിടുത്തെ ആത്മസാന്നിധ്യത്തിന് നന്ദി. ഞങ്ങളൊരു പൊതുസ്ഥലത്തായിരിക്കുന്നേ എങ്കിലും ഞങ്ങളുടെ ശക്തി ഞങ്ങളിൽ അയക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി ചിലതിനെ ശാസിക്കും, വേരുണക്കിക്കളയും. ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, തുടർന്ന് പറയാൻ പോകുന്ന വചനത്തിൽ ആത്മീക മർമ്മങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. വചനം വെളിപ്പെടുമ്പോൾ ദുഷ്ടൻ തോക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും, ജനങ്ങൾ വിടുവിക്കപ്പെടും. യോഗം കഴിയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ കർത്താവിനോട് ചേർന്ന് നിൽക്കും. ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കാൻ ഞങ്ങളെല്ലാവരെയും അനുവദിക്കണമേ കർത്താവേ. ദൈവമഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വളരെ ശക്തിയോടെ, പ്രാർത്ഥനയുടെ പിന്തുണയോടെ ദൈവം അങ്ങനെ ചെയ്യട്ടെ. തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ ദൈവവചനം ധ്യാനിച്ച് അതിനകത്തുള്ള ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ത് വചനം പറയുന്നോ അത് സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രിയിലും ദൈവവചനത്തിന് വേണ്ടി നിങ്ങളുടെ മധ്യത്തിൽ പറയാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ആ വാക്യം എന്നെ ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ ശക്തമായി ദൂത് പറയാൻ വേണ്ടി ആ വാക്യം എന്നെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിർബന്ധിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ചുമതലപ്പെട്ട ആരെങ്കിലും ഒരാൾ ഉച്ചഭാഷണിയിൽ കൂടെ ആ വാക്യം വായിച്ചു കേൾപ്പിച്ചാൽ ഉപകാരമായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. മതി, സ്തോത്രം. നിങ്ങൾ ആ വാക്യം കണ്ടല്ലോ. വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സ്തോത്രം. ഈ വാക്യത്തെ കേന്ദ്രീകരിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ആ വാക്യത്തെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നത്, സ്തോത്രം, ഈ ലോകത്തിലെല്ലാവർക്കും ആവശ്യമായൊരു വെളിച്ചത്തെക്കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. ഏതെങ്കിലും കുറച്ച് ആളുകൾക്കല്ല, ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കല്ല, ഏതെങ്കിലും പ്രത്യേക സഭക്കാർക്കല്ല, ഏതു മനുഷ്യനും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എല്ലാവർക്കും ഈ വെളിച്ചം ആവശ്യമാണ്. സ്തോത്രം. 2, ഈ വെളിച്ചം എല്ലാവരിലും ഫലിക്കും. ചില മരുന്ന് എല്ലാവർക്കും ഫലിക്കുകയില്ല. സ്തോത്രം. ഹോമിയോ മരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, അത് ഏറ്റതാ. ചിലർക്ക് പറ്റിയ ഏറ്റിയേല. ഈ വെളിച്ചത്തിൻ്റെ പ്രത്യേകത, അത് ഏത് മനുഷ്യനിലും ഫലിക്കും. സ്തോത്രം. ആണെന്നോ പെണ്ണെന്നോ ഇല്ല, 95 വയസ്സെന്നോ 16 വയസ്സെന്നോ ഇല്ല, യൗവനക്കാരനെന്നോ മധ്യവയസ്കനെന്നില്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നില്ല, വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനെന്നില്ല, പട്ടണത്തിൽ പാർക്കുന്നവനോ ഇതുപോലത്തെ മലയോരത്ത് പാർക്കുന്നവനെന്നില്ല, ഏതു മനുഷ്യനും ഫലിക്കും. രാത്രി എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും ഫലിക്കുന്നൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം ഇന്ന് രാത്രി യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ചിലർ കാണുമെന്നല്ല, ചിലർക്കത് ഏക്കും. ഈ വെളിച്ചമേറ്റാൽ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത്, നമുക്കിവിടുന്ന് പാസ്റ്റർ വീട് വരെ പോകാൻ വേണ്ടിയിട്ട് ഇരുട്ടാണെങ്കിൽ ഒരു മെഴുകുതിരിയോ ഒരു ടോർച്ചോ ഉണ്ടെങ്കിൽ അവിടെ വരെ വെളിച്ചം കാണിക്കും. വെളിച്ചം കാണിച്ചാൽ ആ ടോർച്ചിൻ്റെ ദൗത്യം തീർന്നു. പിന്നെ ആരെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് പോരാൻ നേരത്ത് അത് കത്തിച്ചാൽ മതി. എന്നാൽ ഈ വെളിച്ചത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം, ഇത് അല്പനേരത്തേക്ക് വെളിച്ചം കാണിക്കുന്നല്ല, ഇത് ചിലരെ വെളിച്ചമാക്കി മാറ്റുകയാണ്.
അതിൽ കുറഞ്ഞൊരു പരിപാടി വെളിച്ചം ചെയ്യേല. ആണ്ടിലൊരിക്കലോ പ്രത്യേക സമയത്തോ അല്പനേരത്തേക്ക് ആളുകൾക്ക് വെളിച്ചം കാണിക്കാൻ വേണ്ടി തെളിയുന്നൊരു വെളിച്ചമല്ലിത്. ഇത് ചിലരെ പ്രകാശിപ്പിക്കാൻ വേണ്ടി തെളിയുന്ന വെളിച്ചമാണ്. ആ വെളിച്ചത്തെക്കുറിച്ചാണ് യോഹന്നാനിൽ കൂടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ആ വെളിച്ചത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരണ തന്നിരിക്കുന്നത്. പ്രസംഗം തീരുമ്പോഴേക്കും ദൈവം ചിലരെ പ്രകാശിപ്പിക്കും. അതിന് വിരുദ്ധമായി നിൽക്കുന്ന എന്ത് ഘടകമാണോ അതിനെ മുഴുവൻ ദൈവം ഇവിടുന്ന് തള്ളി മാറ്റും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, നിങ്ങളുടെ കുടുംബത്തെ പ്രകാശിപ്പിക്കും, നിങ്ങളുടെ മക്കളെ പ്രകാശിപ്പിക്കും, നിങ്ങളുടെ ജീവിത പങ്കാളിയെ പ്രകാശിപ്പിക്കും, നിങ്ങളുടെ കർത്തൃദാസന്മാരെ പ്രകാശിപ്പിക്കും. ഈ വെളിച്ചത്തിന് അതിനുള്ള കഴിവുണ്ട്. ഈ വെളിച്ചം നിമിത്തം പ്രകാശിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ പിന്നെ പിടിച്ചൊതുക്കാൻ ഒരു ഇരുട്ടിനും കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശക്തമായിരിക്കുന്ന രണ്ട് വാക്കുകളാണ് ഇരുട്ടും വെളിച്ചവും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലോകവ്യാപകമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇരുട്ടും വെളിച്ചം. എല്ലാവർക്കും അറിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. അതിന് ഗൂഗിൾ തപ്പണ്ട, ഡിക്ഷണറി നോക്കണ്ട, ഒരു ക്ലാസ് എടുക്കണ്ട. സ്തോത്രം. എല്ലാവർക്കും അറിയാം എന്താണ് ഇരുട്ട്, എന്താണ് വെളിച്ചം. സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിനെ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും പൊതുവിൽ അറിയാം ഇരുട്ടെന്താണ്, വെളിച്ചം എന്താണ്. എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പദം കൊണ്ട് ആത്മീകമായിരിക്കുന്ന വലിയ കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ. ആ പദങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമ്മളെ ഇന്ന് രാത്രിക്കാലം ധരിപ്പിക്കുമ്പോൾ അതിൻ്റെ വിടുതലും കൊണ്ട് ഇന്ന് രാത്രി വീട്ടിൽ പോകാവും. പ്രാർത്ഥിച്ച കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കണം. ഈ വെളിച്ചം ഒരു വസ്തുവല്ല, മനുഷ്യനുണ്ടാക്കിയതല്ല. ആ വാക്യം നിങ്ങൾ കേട്ടോ. ലോകത്തിലുണ്ടായിരുന്നു എന്നല്ല, ലോകത്തിലേക്ക് വന്നു എന്ന. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലുണ്ടെന്നല്ല, ലോകത്തിലേക്ക് വന്നു. വൈകുന്നേരം 7 മണിയായപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾ പാർക്കുന്ന, നിങ്ങൾ യോഗം വെച്ചിരിക്കുന്ന ഈ വാഗമണ്ണിലേക്ക് ഞാൻ വന്നതാണ്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതല്ല എന്നതുപോലെ ഈ വെളിച്ചം ഇവിടെ ഉണ്ടായിരുന്നതല്ല. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഇതുപോലെ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവർ നന്ദിയോടെ സ്തോത്രം പറഞ്ഞേക്കണം. ലോകത്തിൽ മതങ്ങൾ കണ്ടേക്കാം, ലോകത്തിൽ ഒരുപാട് ആത്മീക സ്ഥാപനങ്ങൾ കണ്ടേക്കാം, ലോകത്തിൽ ഒരുപാട് ആത്മീക ആചാര്യന്മാർ കണ്ടേക്കാം, ലോകത്തിൽ ഒരുപാട് ആത്മീക പശ്ചാത്തലങ്ങൾ കണ്ടേക്കാം, ലോകത്തിൽ ഒരുപാട് നേർച്ച കാഴ്ചകളും വഴിപാടുകളും കണ്ടേക്കാം, അതിനൊക്കെ ക്രമീകരണങ്ങൾ കണ്ടേക്കാം. എന്നാൽ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഈ വെളിച്ചം ലോകത്തിലില്ല. അത് ആവശ്യക്കാർ ഒന്നിച്ചു കൂടുമ്പോൾ ലോകത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, വാഗമണ്ണിലേക്ക് ഇന്ന് രാത്രി ആ വെളിച്ചം വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ യോഗത്തിന്റെ 3-ാം രാത്രി പ്രസംഗിക്കാൻ ഒരു പ്രഭാഷകൻ വന്നതല്ല, പാട്ടുപാടാൻ 2-3 കുഞ്ഞുങ്ങൾ വന്നതല്ല, ഈ യോഗം ലീഡ് ചെയ്യാൻ കർത്തൃദാസന്മാർ വന്നതല്ല. നമുക്കിന്ന് രാത്രി സന്തോഷിക്കാനുള്ള വക എന്നെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ വെളിച്ചത്തിന് സ്പർശനം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, എന്നെ ഇരുട്ട് മാറ്റുന്ന വെളിച്ചം, എന്നെ വിഷയം മാറ്റുന്ന വെളിച്ചം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. റതൂന ശംദന റിഗൽകനാദ രക്ഷസിയ. ആ വെളിച്ചം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആ വെളിച്ചം ഒരു വ്യക്തിയാണ്. എങ്ങനെ അറിയാം? 9-ാം വാക്യത്തിനകത്ത് എഴുതിയത് ഇങ്ങനെയാണ്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. 10-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? അവൻ. അത് എന്നാണ് ശരിക്കും പറയേണ്ടത്, അല്ലേ? ഒരു വസ്തുവിനെ എങ്ങനെയാ പറയുന്നത്? ഭാഷാ ശൈലി അതെന്നല്ലേ പറയുന്നത് വസ്തുവിനെ. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെയല്ലേ പറയുന്നത്. ഈ ഒരു വസ്തുവിനെ നമ്മൾ അതിങ്ങെടുത്ത് തന്നെ പറയുള്ളൂ, അവനെയും കൊണ്ടുവരാൻ പറയൂ. സ്തോത്രം. അങ്ങനെ പറയാറില്ല. വാഗമണ്ണിൽ അങ്ങനെയാ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടല്ലല്ലോ. സ്തോത്രം. അപ്പൊ വെളിച്ചത്തെയാണ് പറഞ്ഞത്.
പക്ഷേ വെളിച്ചം ഒരു വസ്തുവല്ല, അവനെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വെളിച്ചം ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം എന്ന് എഴുതിയത് ഒരു വസ്തുവിനെ അല്ല, ഇതുപോലെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു വിളക്കിനെ അല്ല, അതൊരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? സ്തോത്രം. ആ ഭാഗം യോഹന്നാൻ എന്ന എഴുത്തുകാരൻ വെപ്രാളം കാണിക്കുകയാണ് ആ വ്യക്തിയെ വെളിപ്പെടുത്താൻ. അതിൻ്റെ കാരണം എന്താ? സ്തോത്രം. വാക്കുകൾ കൊണ്ടോ ഭാഷകൾ കൊണ്ടോ അക്ഷരങ്ങൾ കൊണ്ടോ എഴുത്തുകൾ കൊണ്ടോ പാട്ടുകൾ കൊണ്ടോ സ്തോത്ര സാഹിത്യം കൊണ്ടോ വെളിപ്പെടുത്താൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഈ വെളിച്ചമെന്ന് പറയുന്നത്. യേശു ആരാന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാൻ എന്തെങ്കിലും കാണും. എന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. യേശു ആരാന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാൻ എന്തെങ്കിലുമൊക്കെ കാണും. സ്തോത്ര. ഹല്ലേലൂയ. ശമരിയ സ്ത്രീ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഒരു പ്രവാചകനാണ്. സ്തോത്ര. ഹല്ലേലൂയ. നല്ല ഗുരുവാണ്, നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു. ഈ ലോകത്തിൽ ഒത്തിരി ആളുകൾ പറഞ്ഞു നല്ലയാളാണ്. പക്ഷെ യേശു അതിനൊക്കെ അപ്പുറമാണ്. യേശു ആരാണെന്ന് പുസ്തകത്തിൽ വായിക്കുകയല്ല വേണ്ടത്. യേശു ആരാണെന്ന് സ്തോത്ര. ഹല്ലേലൂയ പറഞ്ഞു കേൾക്കുകയല്ല വേണ്ടത്. സത്യത്തിൽ യേശു ആരാണെന്ന് അനുഭവിച്ചറിയണം. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ പ്രസംഗത്തിൻ്റെ ഇടയിൽ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഏതൊക്കെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണെന്ന് എനിക്കറിയില്ല. സ്തോത്രം. നിങ്ങൾ എവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സ്തോത്രം പാർക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ ക്ഷണിക്കുകയാണ്. യേശുവിനെ കുറിച്ചൊരു പാട്ട് കേൾക്കാനല്ല, യേശുവിനെ കുറിച്ചൊരു പ്രസംഗം കേൾക്കാനല്ല, യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം വായിക്കാനല്ല, യേശുവിനെ അനുഭവിച്ചറിയാൻ. ഹല്ലേലൂയ. പൗലോസ് ആഗ്രഹിച്ചത് അതാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത് അങ്ങനെയാണ്. യേശുവിനെ കുറിച്ച് 4 പുസ്തകം കൂടി എഴുതണമെന്നല്ല, യേശുവിനെ കുറിച്ച് എനിക്ക് 4 പ്രസംഗം കൂടി പ്രസംഗിക്കണമെന്നല്ല, യേശുവിനെ കുറിച്ച് എനിക്ക് 2 പാട്ടോടെ പാടണമെന്നല്ല, എനിക്ക് യേശുവിനെ അനുഭവിച്ചറിയണം. ഇന്ന് രാത്രികാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങൾ യേശുവിനെ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ യേശുവിനെ വിട്ടു പോകത്തില്ല. യേശുവിനെ അനുഭവിച്ചറിഞ്ഞവരാരും കഴുത്തു വെച്ചു കൊടുക്കേണ്ടി വന്നാലും വിട്ടുപോകത്തില്ല. എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കും? 100 കണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് യേശുവിനെ അനുഭവിച്ചറിയേണ്ടതിന് സ്വർഗം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിനെ അനുഭവിച്ചറിയണം. ഈ വെളിച്ചത്തെ അനുഭവിച്ചറിയണം. പറഞ്ഞാൽ തീരില്ല, പാടിയാൽ തീരില്ല. ഒരായുസ് മുഴുവൻ നിങ്ങൾ സ്തോത്ര. ഹല്ലേലൂയ ബൈബിൾ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ തീരില്ല. എല്ലാ ദിവസവും നിങ്ങൾ TV ഓൺ ചെയ്തോ, നിങ്ങൾ റേഡിയോ ഓൺ ചെയ്തോ, ഇതുപോലത്തെ കർത്തൃദാസന്മാരുടെ വീട്ടിൽ പോയി ദിവസേന പഠിച്ചാൽ തീരത്തില്ല. അതിന് പകരം ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവനെ രുചിച്ചറിയണം. ഇന്ന് രാത്രി നിങ്ങൾ ഒരുങ്ങിക്കോ. നിങ്ങളൊരു രോഗിയാണെങ്കിൽ, നിങ്ങൾ മനപ്രയാസമുള്ള ആളാണെങ്കിൽ, നിങ്ങൾ കഷ്ടം സഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ കലഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയരാൻ കഴിയാതെ വരുന്നെങ്കിൽ, നിങ്ങൾ പിശാചിന്റെ പോരാട്ടത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കെതിരെ ആരോ ആഭിചാരം ചെയ്ത് നിങ്ങൾ ഒതുക്കി നിർത്തിയിരിക്കുകയാണെങ്കിൽ, യേശുവിന്റെ ശക്തി എന്താന്ന്, ഈ വെളിച്ചത്തിന്റെ ദൗത്യം എന്താന്ന്, ഇതൊരു വീട്ടിൽ കയറിയാൽ എന്ത് സംഭവിക്കുമെന്ന്, ഒരുവന്റെ അകത്ത് കയറിയാൽ അവനെ എങ്ങനെ ആള് മാറിയെടുക്കുമെന്ന് ഇന്ന് രാത്രി മുതൽ അനുഭവിക്കാൻ എനിക്ക് കൊതിയുണ്ട്. എനിക്ക് അങ്ങയെ അനുഭവിക്കണമെന്ന് ഇന്ന് രാത്രി വരെ ഞാൻ അങ്ങയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി മുതൽ എനിക്ക് അങ്ങയെ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിലുണ്ടെങ്കിൽ അവരിന്ന് രാത്രി ദൈവത്തിലേക്ക് കരമുയർത്തിക്കൊണ്ട് പറഞ്ഞേരെ, എനിക്ക് അങ്ങയെ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ഇതിനകത്ത് ഇപ്പോഴേ ആ വെളിച്ചം വീശുന്നുണ്ട്. ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകുന്നുണ്ട്. നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങളെ ഉയർച്ചയെ ബന്ധിച്ചിരിക്കുന്ന, നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന എല്ലാ ദുഷ്ട ശക്തികളെയും ഇന്ന് രാത്രി ആ വെളിച്ചം കയറി ഉരുക്കി കളയുന്നുണ്ട്. അതിന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ഈ വെളിച്ചത്തിന്റെ പ്രധാന പണി എന്താണ്? ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ വെളിച്ചത്തിന്റെ പ്രധാന പണി എന്താണ്? സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്താണ് എഴുതിയിരിക്കുന്നത് അവിടെ?
എന്താ ചെയ്യുന്നേ? പ്രകാശിപ്പിക്കുക. ഈ വെളിച്ചത്തിന്റെ അഥവാ നീ യേശു എന്ന് പറയാം. നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ ആളെ. സ്തോത്രം. നീ വെളിച്ചം എന്ന് പറയേണ്ട കാര്യമില്ലോ, ഒന്നും കാര്യം പിടികിട്ടിയല്ലോ. നമ്മൾ ആ വാക്യത്തിനകത്ത് നിന്ന് ഇടഞ്ഞെടുത്തു. യേശു പുറത്തേക്ക് വന്നു. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. ഈ വാക്യത്തിനകത്ത് യേശു ഉണ്ടായിരുന്നു. യേശുവിനെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. സത്യവെളിച്ചം എന്ന യേശു വെളിയിലേക്ക് വന്നു. ഇനി യേശുവിൻ്റെ പ്രധാനപ്പെട്ട പണി, ആ വാക്യം പറയുന്നു, ഈ വെളിച്ചത്തിൻ്റെ പ്രധാനപ്പെട്ട പണി ആളുകളെ വിമർശിക്കുക എന്നുള്ളതല്ല. സ്തോത്രം. എന്നും കുറ്റവും കുറവും പറഞ്ഞ് ഒതുക്കുക എന്നുള്ളതല്ല. സ്തോത്രം. ടോർച്ചടിച്ച് നോക്കുന്നത് പോലെ, സ്തോത്രം, എക്സ്റേ എടുത്ത് നോക്കുന്നത് പോലെ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടോ പോരായ്മയുണ്ടോ എന്ന് നോക്കി നിന്റെ കുറ്റം കണ്ടുപിടിച്ച് തരുന്നതല്ല. അതൊക്കെ ചെയ്യുന്നവനാണ് യേശു. പക്ഷെ യേശുവിൻ്റെ പ്രധാന പണി ശിക്ഷിക്കുകയല്ല. യേശുവിൻ്റെ പ്രധാന പണി രക്ഷിക്കുകയാണ്. എത്ര പേർക്ക് അതിന് നല്ല സ്തോത്രം പറയാൻ പറ്റും? കർത്താവിൻ്റെ പ്രധാന പണി ശിക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ ദൈവദാസന്മാരെ, നമുക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്നെ രക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ രക്ഷിക്കുക, മാനവനെ രക്ഷിക്കാനാണ് യേശു ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ വാക്യത്തിൽ പരാമർശിക്കുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ. അതിന് മതം ഒരു വിഷയമല്ല. നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളെന്ന വിഷയമല്ല. നിങ്ങൾ രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാം മറന്ന് എൻ്റെ യേശുവെന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. എനിക്ക് വചനം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നിങ്ങളെ പ്രകാശിപ്പിക്കും യേശു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുക. പ്രകാശിപ്പിക്കുക. എന്താ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? അതും ബൈബിളിൻ്റെ ഒരു ഭാഷയാണ്, പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മലയാള വാക്കൊരു പഴയ വാക്കാണ്. 1 നൂറ്റാണ്ട് പഴക്കമുണ്ട് മലയാള ബൈബിളിൻ്റെ ഈ ഭാഷയ്ക്ക്. അന്നത്തെ ഭാഷയാണ് പ്രകാശിപ്പിക്കുക. ആധുനിക ഭാഷയിലൊക്കെ ഇംഗ്ലീഷ് വിവർത്തനത്തിനകത്തെല്ലാം പിള്ളേർക്കെങ്കിലും മനസ്സിലാകുന്ന നല്ലൊരു വാക്കാണ് ഇംഗ്ലീഷിലെ ഒരു വേർഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പിടികിട്ടും. സ്തോത്രം. ആ വാക്കിതാണ് ഷൈൻ ചെയ്യുക. ഷൈൻ. സ്തോത്രം എന്ന് പറഞ്ഞാൽ പിടികിട്ടിയോ? ഓ, ഷൈൻ ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെന്ന് തോന്നുന്നു. സ്തോത്രം. നമുക്കൊരു അവസരം കിട്ടിയാൽ നമ്മൾ ഷൈൻ ചെയ്യും. സ്തോത്രം അല്ലേ? ഇത് കൊച്ചവസരം കിട്ടിയാൽ മതി, ഷൈൻ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് തിളക്കുക. ഹല്ലേലൂയ. എൻ്റെ അപ്പുറം അങ്ങനെ വേണമെന്നാ. ചുമ്മാ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയാൽ അങ്ങ് ഇളക്കിയേക്കണം. സ്തോത്രം. മനസ്സിലായോ? 10 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവദാസൻ പ്രബോധിപ്പിക്കാൻ സമയം തന്നാൽ നഖവും കടിച്ച് നാണം കുണുങ്ങി നിൽക്കരുത്, അങ്ങ് കത്തിച്ചേക്കണം. സ്തോത്രം. എന്നും ഒന്നും അവസരം കിട്ടിയല്ല, കിട്ടുമ്പോൾ ദൈവാത്മാവിൻ്റെ സഹായത്താൽ അതിനെ അങ്ങ് ശക്തീകരിച്ചേക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഈ വാക്കിന്റെ അർത്ഥം പറഞ്ഞു തരിക. യേശുവിന്റെ കയ്യിൽ ഒരുത്തനെ കിട്ടിയാൽ അവനെ കർത്താവ് ഇങ്ങനെ അടിമയാക്കി ഒതുക്കി വെച്ചോണ്ടിരിക്കുകയല്ല, അവനെ അങ്ങ് ഷൈൻ ചെയ്യിപ്പിക്കുക. അവൻ വിദ്യാഭ്യാസം കുറഞ്ഞവനാണോ, പഠിക്കാൻ പോയ കാലത്ത് എല്ലാത്തിനും തോറ്റവനാണോ, സ്തോത്രം, അവൻ്റെ വീട്ടിൽ കാശില്ലാത്തത് കൊണ്ട് 6ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയവനാണോ, കഷ്ടപ്പാടും പ്രയാസമുള്ള കാലത്ത് 10 മക്കളുള്ള വീട്ടിൽ സ്തോത്രം മൂത്ത മക്കളായതിൻ്റെ പേരിൽ കാളയെ നോക്കിയും പുല്ലരിഞ്ഞും സ്തോത്രം കഷ്ടപ്പെട്ടും ഇവിടെ ഈ മണ്ണിനോട് മല്ലടിച്ച് കിളച്ചും പണിതൊക്കെ ജീവിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയില്ലേ, സ്തോത്രം കോളേജിൽ പോകാൻ പറ്റിയില്ല. ഇതൊന്നും ദൈവം നോക്കിയില്ല. നിനക്ക് മലയാളമല്ലാതെ തമിഴല്ലാതെ വേറൊരു ഭാഷയും എഴുതാൻ പോലും, നിന്റെ പേരെഴുതാൻ പോലും അറിയില്ലെങ്കിലും യേശുവിന് നിന്നെ കിട്ടിയാൽ ഭാഷയൊന്നും വിഷയമല്ല, അവനെ അങ്ങ് തിളങ്ങും. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ യുക്തി കൊണ്ട് ചേർന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുക. സ്തോത്രം. മിസ്രയീമിൽ പോയ യോസേപ്പിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മിസ്രയീമിൽ പോയ യോസേപ്പ്, സ്തോത്രം, കനാനിലായിരുന്നു അവര് ആടുകളെ തീറ്റി വളർന്നതൊക്കെ. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരു വിദേശ രാജ്യമാണ് മിസ്രയീം. ഇന്ന് ഇവിടെ നിന്നൊരു കൊച്ച് ഇംഗ്ലണ്ടിൽ പോയി, സ്തോത്രം, ഹൈറേഞ്ചിൽ അല്ലെങ്കിൽ വാഗമണ്ണിലെ ഈ നാട്ടിൽ നിന്നൊരു കൊച്ചു വീട്ടിൽ നിന്നൊരു സ്തോത്രം +2 പഠിച്ചൊരു പെൺകൊച്ച് ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ പോകണമെങ്കിൽ IELTS എഴുതണം, ഇംഗ്ലീഷ് സ്തോത്രം ഒക്കെ ഒത്തിരി നിങ്ങൾക്കറിയാം, പിള്ളേർക്കറിയാം. പക്ഷേ യോസേപ്പ് മിസ്രയീമിൽ പോയത് OET പാസ്സായിട്ടല്ല. ആണോ? സ്തോത്രം. വേറൊരു ഭാഷ അറിയില്ല.
ഒരു ഭാഷ അറിയാതെ ഒരു വിദേശ രാജ്യത്ത് എത്തിയവനെ ആ നാട്ടിലെ പ്രധാനമന്ത്രിയാക്കി ദൈവം. ഇന്ന് രാത്രി യേശുവിൻ്റെ കയ്യിലേക്ക് നിങ്ങളെ കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ പ്രായം വിഷയമല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, തൊലി ചുളുങ്ങി, മുഖം വാടി, പ്രായമായി, പല്ല് കൊഴിഞ്ഞു, സ്തോത്രം, വാദം വന്നു, BP വന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു ചാൻസോടെ ദൈവം തരാമെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേര് ആത്മാവിൽ ഏറ്റെടുക്കും? നിനക്ക് ദൈവം ഒരു ചാൻസോടെ തരാം. ഒരു ചാൻസോടെ. ശരീരം നോക്കണ്ട, നിന്റെ വീട്ടിലിരിക്കുന്ന മരുന്നും കുപ്പിയുടെ എണ്ണം നോക്കണ്ട, മാസം മാസം നീ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ നോക്കണ്ട, നീ ബയോപ്സിക്ക് ശ്രോത്രഹല്ല നിന്റെ ശരീരഭാഗം അയച്ചിരിക്കണം നോക്കണ്ട. ഇന്ന് രാത്രി ഇതൊന്നും നോക്കണ്ട എന്ന് യേശു ഇതിനകത്തിരിക്കുന്ന ആരോടോ പറയുന്നു. നിന്നെ എനിക്ക് തന്നാൽ ഞാൻ നിന്നെ പ്രകാശിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു മത്സര മനസ്സോടെ നിങ്ങളത് ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവെന്നെ നിർബന്ധിക്കുന്നു. ചിലര് നിന്നെ തോൽപ്പിച്ചേ അടങ്ങത്തുള്ളൂ, നിന്നെ ഇവിടെ പട്ടിണിയിട്ടേ അടങ്ങത്തുള്ളൂ, നിന്റെ സന്തതിയെ കുത്തുവാള അടിപ്പിച്ചേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ വിചാരം അടക്കമുള്ള അന്ധകാര ശക്തിയെ കൂട്ടുപിടിച്ച് അത്ര ശക്തമായി പോരാടുമ്പോൾ ഇപ്പറ നിന്നോണ്ട് യേശു വിളിക്കുന്നു, നിനക്ക് എന്റെ കയ്യെ കയറി പിടിക്കാമോ? നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? എന്റെ പക്ഷത്ത് നിൽക്കാമോ? ആരൊക്കെ തലയോട്ടിക്കകത്ത് ആ വിചാരം ചെയ്താലും അവരുടെ നടുവിൽ ഞാൻ നിന്നെ പ്രകാശിപ്പിക്കാം. പോരാ പോരാ പോരാ, നിങ്ങൾക്ക് സന്തോഷം വരുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ആലറിക്കൂവി വിളിച്ചു പറയുകയാണ്, ചിലരെ പ്രകാശിപ്പിക്കാനാണ് ഈ വർഷത്തെ യോഗത്തിൽ യേശു വന്നിരിക്കുന്നത്. അവൻ ഇന്ന് രാത്രിക്കാലം 6 പോയിന്റിന്റെ പ്രസംഗം പറയാനല്ല, നിന്നെ വിവാഹം ചെയ്തുകൊണ്ട് വന്ന വീട്ടിൽ നിന്നെ വന്ന കാലം മുതൽ നിർത്തത്തില്ല എന്ന് വാദിക്കുന്ന ശക്തിയുടെ നടുവിൽ ആ വീട്ടിൽ തന്നെ മോളെ എന്ന് വിളിച്ച് ദൈവം പറയുന്നു, നീ എന്നെ ആരാധിക്കാൻ തീരുമാനിച്ചാൽ, എന്റെ പൈതലാകാൻ തീരുമാനിച്ചാൽ ഞാൻ നിന്നെ അവരുടെ നടുവിൽ ജ്യോതിസിനെ പോലെ പ്രകാശിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിഖാനബ ശന്ദര, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പ്രധാന പരിപാടി ഒരാളെ കിട്ടിയ പ്രകാശിപ്പിക്കുക, അവനെ അങ്ങ് ശോഭിപ്പിക്കുക, അവനെ അങ്ങ് ഹീറോ ആക്കുക. അവന് കൃപ കൊടുക്കണോ, വരം കൊടുക്കണോ, അഭിഷേകം കൊടുക്കണോ, അവന് സ്തോത്രം ബന്ധങ്ങൾ കൊടുക്കണോ, എന്ത് കൊടുക്കണമെങ്കിലും ദൈവോത്രം കൊടുക്കും. അങ്ങനെയല്ലേ അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഓർത്തു നോക്കിയേ. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്ന കാലത്ത് രക്തബന്ധങ്ങൾ ഞങ്ങളെ പടിയടച്ച് പുറത്താക്കി. പക്ഷേ സ്തോത്രം ഒറ്റപ്പെട്ടു എന്ന് തോന്നിയെടുത്ത് ദൈവം തമ്പുരാൻ ഞങ്ങൾ അറിയാത്ത ഒരു കൂട്ടം ആളുകളെ അപ്പനെ പോലെ, അമ്മയെ പോലെ, കൂടപ്പറപ്പുകളെ പോലെ സ്വർഗത്തിലെ ദൈവം രക്തബന്ധങ്ങളല്ലാത്തവരെ എഴുന്നേൽപ്പിച്ചു. അവരിന്നും ഞങ്ങൾക്ക് ബന്ധുക്കളെക്കാൾ ശക്തരാണ്. എന്തുകൊണ്ടെന്നാൽ നിന്നെ ദൈവത്തിന് കിട്ടിയാൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് എന്ത് തരണം അത് ദൈവം തന്ന് നിന്നെ അങ്ങ് പ്രകാശിപ്പിക്കുക. അതുകൊണ്ട് ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് തറപ്പിച്ച് പറയുന്നു, നിന്റെ ജീവിതം മാറി വരാൻ, നിന്റെ ജീവിതത്തിന് നിലവാരം മാറി വരാൻ. നീ ഒരു കൂലിപ്പണിക്കാരന്റെ വീട്ടിലെ ഭാര്യയായിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം. പക്ഷെ സ്വർഗം പറയുന്നു, യേശു നിന്നെ പ്രകാശിപ്പിക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഈ യോഗം വെച്ചത്. ഈ വർഷത്തെ കൺവെൻഷനിൽ എന്നെ കൂടി പ്രസംഗിക്കാൻ വിളിക്കാൻ കർത്തൃദാസനോട് ദൈവാത്മാവ് പറഞ്ഞത് എനിക്കൊരവസരം തരാനല്ല, ഈ ദൂത് നിങ്ങളോട് പറയാനാണ്. ഈ ദൂത് പറയാനും അല്ല, യേശുവിനെ നിങ്ങളെ പ്രകാശിപ്പിക്കാനാണ്. അടുത്ത കൊല്ലം ഇവിടെ ഇതുപോലെ കർത്താവ് വരാൻ താമസിച്ച് യോഗം നടക്കുകയാണെങ്കിൽ അന്ന് നിങ്ങളുടെ സ്ഥിതി മാറി നിങ്ങളിവിടെ വരും. നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. യേശുവിന് കൈ കിട്ടിയവരൊക്കെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്, അവരെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. യേശുവിന് പിടികൊടുക്കാതെ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, ഇതുപോലെ യോഗം നടക്കുമ്പോൾ പുറകിലോ മുമ്പിലോ വന്നിരുന്നത് കേട്ടിട്ട് സ്തോത്രം 100 രൂപ കാണിക്കിട്ടിട്ട് പോകുന്നവർ മാത്രമാണെങ്കിൽ നിങ്ങളെ പ്രകാശിപ്പിക്കാമെന്ന് യേശു പറഞ്ഞില്ല. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ ആര് തയ്യാറാകുന്നോ അവരെ പ്രകാശിപ്പിക്കുമെന്ന് പറയാനാണ് ദൈവാത്മാവ് ഈ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത്.
ഇന്ന് രാത്രികാലം അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായാൽ അവരെ പ്രകാശിപ്പിക്കുന്നവനാ ദൈവം. യേശുവിൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയത് മുക്കുവരെയാണ്. കടൽ മുക്കുവരെ, മീൻ പിടിച്ചു നടന്നവരെ, അല്പവസ്ത്രധാരികളെ, അപരിഷ്കൃതരായിരിക്കുന്ന ആളുകളെ, സ്തോത്രം, യഹൂദന്മാരുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തിയവരെ, ഗലീലക്കാരെ. നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? സ്തോത്രം, യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ കളിയാക്കി ചോദിച്ചു, ഗലീലയിൽ നിന്ന് ഏതെങ്കിലും പ്രവാചകൻ എഴുന്നേറ്റിട്ടുണ്ടോ? അവിടെ നല്ലവരാരെങ്കിലും വളർന്നിട്ടുണ്ടോ? അവിടെ ആരെങ്കിലും സ്തോത്ര ഹല്ലേലൂയ മാന്യന്മാരുണ്ടോ എന്ന് ചോദിച്ച നാട്ടിൽ കുറെ പേരെ യേശു പ്രകാശിപ്പിച്ചു. ഇന്ന് രാത്രി ആ യേശുവിൻ്റെ കരം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതിന്ന് രാത്രി തിരിച്ചറിയാൻ തയ്യാറായാൽ അവരെ കർത്താവ് പ്രകാശിപ്പിക്കുമെന്ന് ഉറപ്പ് തരികയാണ്. ആ കരമുയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തുതിച്ചാട്ടെ. വളരെ ശക്തമായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ എല്ലാവരും കൂടെ. ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് വാക്യത്തിലൂടെ ഞാൻ ഈ വാക്യത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാം. സ്തോത്രം. വെളിച്ചം, യേശുവിൻ്റെ പ്രകാശനം എന്ന് പറയേണ്ടി വന്നത്, അങ്ങനെ മനുഷ്യനെ പ്രകാശിപ്പിക്കാൻ ദൈവത്തിന് ലോകത്തിൽ വരേണ്ടി വന്നത് എന്തിനാന്ന് പറയുമ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗം പറഞ്ഞു തീരും. എന്നോട് എന്നെ ശ്രദ്ധിച്ച് കേൾക്ക്. യേശു ദൈവമാണ്. ഭൂമിയിൽ ജനിച്ച് മനുഷ്യൻ പറഞ്ഞ് ദൈവം ആക്കിയ ഒരാളല്ല. സ്വർഗത്തിൽ കോടാനുകൂടി ദൂതന്മാർ ആരാധിച്ചു പോന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവമാണ്. സ്വർഗത്തേക്കാൾ ഉന്നതനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു തൻ്റെ ദൈവത്തെ മൂരി വെച്ചിട്ട് ജഡമെടുത്ത് താണ ഭൂമിയിലേക്ക് വന്നത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പ്രകാശിപ്പിക്കാനാണ്. സ്തോത്രം. മനുഷ്യനെ പ്രകാശിപ്പിക്കാൻ എന്തുകൊണ്ട് ദൈവത്തിന് ലോകത്തിൽ വരേണ്ടി വന്നു? എന്തുകൊണ്ട് വരേണ്ടി വന്നു? ആ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പദം ബൈബിളിൽ പറയുന്നുണ്ട്, ഇരുട്ട്. ഇരുട്ടിൻ്റെ ഭയാനകമായിരിക്കുന്ന പിടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പരാമർശിക്കുന്നുണ്ട്. സ്തോത്രം. ഇരുട്ടെന്ന് പറയുന്നത് ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ സംജാതമാകുന്ന പ്രകൃതിദത്തമായിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല പറയുന്നത്. ഞാൻ വെളിച്ചത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ യേശുക്രിസ്തുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ, ഇരുട്ടിനെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് കരണ്ട് പോകുന്നൊരവസ്ഥയെന്നല്ല. ഇരുട്ടിൻ്റെ ശക്തി എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാണ്. ഇരുട്ടിൻ്റെ അധികാരം എന്ന് പറയുന്നത് സാത്താൻ്റെ ശക്തിയാണ്. വേദപുസ്തകം ഇരുട്ടെന്ന് പറയുന്നത് പിശാചിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അപ്പൊ ആ ഇരുട്ടിൻ്റെ ശക്തി ചില വ്യക്തികളിൽ, ചില കുടുംബങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ പ്രവേശിച്ചാൽ മനുഷ്യനെ ഒതുക്കിക്കളയും. അവനെ വെടിവെച്ചെടുക്കാൻ പിന്നെ വേറെ ഒന്നുകൊണ്ടും പറ്റില്ല, വെളിച്ചം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇരുട്ട് നീങ്ങാൻ നിങ്ങളുടെ വീട്ടിലെ ചൂലെടുത്ത് തൂത്താ പോകുകയല്ല. നിങ്ങളൊരു കിണറ്റിലെ വെള്ളം മുഴുവൻ കോരി ഒഴിച്ചാൽ ഇരുട്ട് പോകുകയല്ല. ഇരുട്ട് പോകാൻ വെളിച്ചം വന്നേ മതിയാകൂ. സ്തോത്രം. അതുകൊണ്ട് ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി ലോകത്തിൽ വന്ന വെളിച്ചമാണ് യേശുവെന്ന് ഞാൻ പറയുമ്പോൾ എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ പറ്റും? സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞങ്ങളെ കേൾക്കുന്നവരെ, കർത്താവിനെ കുറിച്ച് വാഗമൺകാർ ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ ധാരണ മാറ്റാൻ വേണ്ടി സുവിശേഷകൻ എന്ന നിലയ്ക്ക് ഒരു വാക്ക് പറയുകയാണ്. യേശു മതം സ്ഥാപിക്കാൻ വന്നതല്ല, യേശു ആളെ പിടിക്കാൻ വന്നതല്ല, യേശു ആളെ കൂട്ടാൻ വന്നതല്ല, യേശു സ്തോത്ര സംഘടന രൂപീകരിക്കാൻ വന്നതല്ല, യേശു അത്ഭുതം നടത്താൻ വന്നതല്ല, യേശു സംഘടന ഉണ്ടാക്കാൻ വന്നതല്ല. യേശു ഈ ലോകത്തിൽ വന്നത് ഇരുട്ടിൽ കിടന്ന മനുഷ്യനെ പ്രകാശിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് യേശു ജനിച്ച ദേശത്ത് വളർന്നു നിന്ന യേശു ആ നാട്ടിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ വേദപുസ്തകത്തിൽ എഴുതി, സ്തോത്രം, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സ്തോത്ര ഹല്ലേലൂയ. അന്ധകാരം കൂരിരുട്ടും കൂടി മൂടപ്പെട്ട് കിടക്കുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് വെളിച്ചം കയറി. ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വെളിച്ചം കയറണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ഇനിയുള്ള സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളണം. പ്രസംഗം കേൾക്കാൻ നല്ലതാണെന്നും സ്തോത്രം അത് നന്നായിരുന്നു എന്നും പറയാനല്ല, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കയറണം. ഈ വെളിച്ചത്തിൻ്റെ ഭയാനകത പറയാം. ഒന്ന് രണ്ട് വാക്യങ്ങൾ
ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അതൊന്ന് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം വായിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുട്ടിൻ്റെ ഭയാനകതയും ഇരുട്ടിൻ്റെ പ്രവൃത്തിയും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം സ്തോത്രം 10-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെ വായിച്ചാട്ടെ. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. എങ്ങനെ തീരുള? വായിച്ചപ്പോ കേട്ടോ, എങ്ങനെ തീരുള? മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുള്. നിങ്ങൾ ആ വാക്ക് കേട്ടെ. ഇന്ന് നിങ്ങൾ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുറിയിൽ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്താൽ, വാതിലടച്ചതിന് ശേഷം നിങ്ങളുടെ മുറിയിൽ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്താൽ ഇരുട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് ആ ഇരുട്ടിനെ സ്പർശിക്കാൻ പറ്റിയല്ല. ഘനീഭവിച്ച ഇരുട്ടല്ല. ഇവിടെ വെളിച്ചമുണ്ട്, എനിക്ക് വെളിച്ചത്തെ തൊടാൻ പറ്റിയല്ല. ഈ വസ്തുവിനെ എനിക്ക് തൊടാം, സ്തോത്രം. പക്ഷേ വെളിച്ചത്തെ തൊടാൻ പറ്റിയല്ല. അവിടെ ഇരുട്ടുണ്ട്, ആ ഇരുട്ടിനെ തൊടാൻ പറ്റിയല്ല. പക്ഷെ മിസ്രയീമിൽ വ്യാപരിച്ച ഇരുട്ടിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കണ്ടോ? ആ ഇരുട്ട് എങ്ങനത്തെ ഇരുട്ട? ആ ഇരുട്ടിനെ തൊടാം, സ്പർശിക്കത്തക്ക ഇരുട്ട്. അങ്ങനെ ഒരു ഇരുട്ടുണ്ട്, അങ്ങനെ ഒരു ഇരുട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ആ ഇരുട്ട് കയറിയാൽ എന്ത് പറ്റുമെന്ന് ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കുക. എന്തിട്ട് സ്പർശിക്കത്തക്ക ഇരുട്ട് വന്നിട്ട് എന്ത് പറ്റി? മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെ 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. അടുത്ത വാക്ക്, 3 ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല. അടുത്ത വാക്ക്, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. നോക്കണം, ആ ഇരുട്ട് കയറിയാലുള്ള 2 പ്രശ്നം പറയാം. തമ്മി കാണാൻ പറ്റിയല്ല, ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റിയല്ല. ഞാൻ ആത്മീകം പറയാം, എൻ്റെ ആത്മീക വശം പറയാം. സ്തോത്രം. അന്നത് അക്ഷരികമായി നടന്നതാണ്. ഇന്ന് രാത്രി ഇരുട്ടെന്ന് പറയുന്ന ഭയാനകമായിരിക്കുന്ന പിശാചിൻ്റെ സാന്നിധ്യം ഒരു വീട്ടിൽ കയറിയാൽ തമ്മിൽ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. സ്തോത്രം. ചില വീടുകളിൽ പറയില്ലേ, തമ്മി കണ്ട കീരിയും പാമ്പും പോലെയാന്ന്. സ്തോത്രം. ഒരു കുഴപ്പമില്ല, വേറെ ആരെ കണ്ടാലും പുള്ളിക്കൊരു കുഴപ്പമില്ല. ചിലരെ കണ്ടാൽ, നമ്മളെ കണ്ടാൽ എന്ന് പറയാൻ നല്ലത്. എത്രയോ പേര്, ഞാൻ ഈ പൗർഷനിൽ ഈ അടുത്ത കാലത്തൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അവർ പലരും പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവർക്കും നല്ലതാണ് ഇന്നാര്, പക്ഷെ എന്നെ കണ്ടാൽ മാത്രം. സ്തോത്രം. മനസ്സിലായോ? ബാക്കി നിങ്ങളുടെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു വീട്ടിലെ പ്രശ്നം തന്നെ ഇവിടെ പറയുന്നതെന്ന്. സ്തോത്രം. എന്താണെങ്കിലും ഇന്ന് രാത്രി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രസംഗം കേട്ടിട്ട് തലയാട്ടിയിട്ട് പോകരുത്. അതിന് പരിഹാരം ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നീ മാനിക്കപ്പെടേണ്ട ആളാണ്, നീ ആ വീട്ടിൽ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. നിന്റെ കുഞ്ഞിനെ പഠിക്കാൻ വിട്ടിരിക്കുന്ന സ്ഥാപനത്തിൽ കാശ് കൊടുത്തിട്ടാണ് വിട്ടത്. അവിടെ തിരസ്കരിക്കാൻ ചിലർ കാണുമ്പോൾ സ്തോത്രം അറയ്ക്കാൻ മാറ്റി നിർത്തത്തക്ക രീതിയിലൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഈ വെളിച്ചം അവിടെ കയറണം. ഇന്ന് ഇരുട്ടിനെ അറസ്റ്റ് ചെയ്ത് മാറ്റണം. തമ്മിൽ കാണാൻ, സഹോദരങ്ങൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, സ്തോത്രം, വേണ്ടപ്പെട്ടവർ തമ്മിൽ കാണാതിരിക്കാൻ അതിൻ്റെ ഇടയിൽ മറകെട്ടിയിരിക്കുന്ന ഇരുട്ടിനെ, അത് ഏത് കേസ്, സംശയമാണോ തെറ്റിദ്ധാരണയാണോ എന്ത് കേസിലാണെങ്കിലും അതിനെ മറകെട്ടിയിരിക്കുന്ന ഇരുട്ടിനെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വെളിച്ചം, എൻ്റെ പ്രസംഗ വിഷയം ഇരുട്ടല്ല. എൻ്റെ പ്രസംഗ വിഷയം ഏത് ഇരുട്ടിനെ മാറ്റിയിട്ട് കുടുംബങ്ങളെയും വ്യക്തികളെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമുണ്ടെന്നുള്ളതാണ് ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗ വിഷയം. അതുകൊണ്ട് ഈ രാത്രികാലം നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഇരുട്ടിൻ എന്ന സ്വതന്ത്രം വ്യാപരിക്കുന്ന ഈ വെളിച്ചം നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയാൽ ഇന്ന് രാത്രി നിങ്ങളുടെ സന്തോഷം ഇരട്ടിയാവും. നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധം സുദൃഢമാകും. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരും. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: 3 ദിവസത്തേക്ക് ഇരുന്നിടത്ത് നിന്നൊരുത്തനും എഴുന്നേറ്റില്ല. നിങ്ങളൊരു ബാലരമ കഥ കേൾക്കുന്നത് പോലെ കേൾക്കാതെ അതിൻ്റെ യാഥാർത്ഥ്യം ഓർത്ത് നോക്കി. ഒരു കസേര കയറി പാസ്റ്റർമാരെല്ലാവരും കസേരയിൽ ഇരിക്കുക, നിങ്ങളവിടെ ഇരിക്കുക. ആ ഇരുട്ടിപ്പോൾ ഇവിടെ വന്നാൽ 3 ദിവസത്തേക്ക് അനങ്ങാൻ പറ്റിയല്ല. കാരണം എന്താ? ഒരു തടി കയറ്റി വെച്ചതുപോലെ ഇരുട്ട് നമ്മളെ സ്തോത്രം മതിച്ചു കളയും, ഒതുക്കിക്കളയും. പൊങ്ങാൻ പറ്റിയല്ല. പലർക്കുമൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്, സ്തോത്രം, എനിക്ക് ഒന്ന് കൈകൊട്ടി പാട്ടുപാടി ആരാധിക്കണം,
എനിക്കൊന്ന് ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കണം, എല്ലാവരും പോകുന്നത് പോലെ പോയി ദൈവത്തെ ഒന്ന് തുള്ളിച്ചാടി ആരാധിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇരുട്ട് ഒതുക്കി വെച്ചിരിക്കുക. അതിനെ ഇന്ന് രാത്രികാലം പൊട്ടിച്ച് ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഇന്ന് രാത്രി കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ഇതിനകത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ട്. ആവശ്യക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ ഇരുത്തിക്കളഞ്ഞ, ഒതുക്കിക്കളഞ്ഞ നിന്റെ ജീവിതത്തിൽ ഒരുപാട് സാധ്യതയുണ്ട് ബ്രദറെ. നിന്നെ ഇതിനകത്ത് ബന്ധിച്ചു കളഞ്ഞ ഇരുട്ടിനെ ഇന്ന് യോഗത്തിന്റെ 3-ാമത്തെ രാത്രി ഷാജി പാസ്റ്റർ വന്നതുകൊണ്ടല്ല, ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന സത്യ വെളിച്ചം ഇവിടെ വന്നതുകൊണ്ട്, ആ വെളിച്ചം ഇവിടെ വന്നതുകൊണ്ട് ചില വിഷയങ്ങളെ ദൈവമായ കർത്താവ് ഇന്ന് പൊട്ടിച്ചു കളയും. സ്തോത്രം, ഹല്ലേലൂയ. ചില കുടുംബങ്ങൾ ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഞങ്ങളുടെ തിരുവല്ലായിലും കോട്ടയത്തൊക്കെ പറയുന്ന ഭാഷയാണ്. എത്ര വലിയവരായിരുന്നവർ, ആനയുണ്ടായിരുന്ന വീടാണ്, 4 ബസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, കൊറോണക്കാലം കഴിഞ്ഞതോടുകൂടി എല്ലാം പൊട്ടിത്തകർന്ന് ഇന്നവർ ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക്, താഴെയുള്ളവർക്ക് മനസ്സിലാകും എന്താന്ന്. കച്ചവടം പൊട്ടിപ്പോയി. 16 തൊഴിലാളികൾ ഉണ്ടായിരുന്നതാണ്, വീട്ടിൽ 4 വേലക്കാരുണ്ടായിരുന്നതാണ്, വിദേശത്ത് മക്കൾ 3 പേരുണ്ടായിരുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായി ഇരുട്ട് കയറി ഒതുക്കി കളഞ്ഞതോടുകൂടെ കടം കയറി, ലക്ഷങ്ങൾ കടമായി, പലിശയായി, സ്തോത്രഹല്ലേലൂയ, ജപ്തിയായി. അങ്ങനെ ഇരുട്ടിൻ്റെ താണ്ഡവ നൃത്തമാടുന്ന ചില കുടുംബങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, നിന്നെ ഒതുക്കി ഇരുത്തിയിരിക്കുന്ന ഇരുട്ടിനെ ഇന്ന് രാത്രി പ്രകാശം കയറി അതിനകത്തുനിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് നിന്നെ ദൈവം പ്രകാശിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ വെളിപ്പാട് കണ്ടോണ്ടാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ പുൽപിറ്റിൽ ഞാൻ അലറിക്കൂവി വിളിച്ചു പറയുന്നത്. ചിലരുടെ ശുഭരാത്രിയാണിന്ന്. നിന്റെ വീട്ടിൽ നിന്ന് ഇരുട്ടിന്റെ വ്യാപാരത്തെ, അത് രോഗത്തിന്റെ രൂപത്തിലോ, വഴക്കിന്റെ കലാപത്തിന്റെ രൂപത്തിലോ, ശാപത്തിന്റെ രൂപത്തിലോ, അത് പാപത്തിന്റെയും മദ്യപാനത്തിന്റെ രൂപത്തിലോ, നിങ്ങളുടെ മക്കൾ മയക്കുമരുന്നിനും മൊബൈലിനും അടിമപ്പെടുന്ന രൂപത്തിലോ, ഏത് രൂപത്തിലാ ഇരുട്ട് വ്യാപരിച്ചാലും ഇരുട്ടിന്റെ വ്യാപാര ശക്തിയെ ഇന്ന് രാത്രി നിഷ്ഫലമാക്കിക്കൊണ്ട് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചത്തിന്റെ പ്രഭാപൂരിത ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മശക്തിയോടെ പറ, ആ വെളിച്ചം ഞങ്ങളുടെ മേൽ ഉദിക്കട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കർത്തൃദാസന്മാർ ഇവിടെ ഇരുന്ന് ആത്മാവിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കോട്ടയത്തെയും എറണാകുളത്തെയും തിരുവല്ലയെയും മാത്രം പ്രകാശിപ്പിക്കുന്നവനല്ല ഈ വെളിച്ചം. നിങ്ങളുടെ മലയോര ഗ്രാമത്തെ പ്രകാശിപ്പിക്കൂ. ഇവിടെ ഉണർവുണ്ടാകൂ. ഇവിടെ ദൈവത്തിന്റെ വെളിച്ചം കാണും ജനങ്ങൾ. വലിയ കൂട്ട സ്നാനം നടക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടും. ആരാ ദൂത് ഏറ്റെടുക്കും അവർക്ക് ഇരിക്കും അനുഗ്രഹം. ഇന്ന് രാത്രികാലം പല ദൈവദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, പല ദൈവദാസിമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു പൊട്ടനെ പോലെ ദൈവത്തിന്റെ ആത്മാവ് നാടിനെ പ്രകാശിപ്പിക്കാൻ നിശ്ചയിക്കുകയാണ്. അത് എന്നിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ടോ അവരിലൂടെ ദൈവം അത് ചെയ്യും. ചില സഭകളെ ഇരുത്തിക്കളഞ്ഞു, ചില കുടുംബങ്ങളെ ഇരുത്തിക്കളഞ്ഞു. ചില ദൈവദാസന്മാർ എത്ര കൃപയുള്ളവരായിരുന്നു, വെളിപ്പാടുള്ളവരായിരുന്നു. തന്ത്രശാലിയായ പിശാച് അവരുടെ ഉള്ളിൽ ഇരുട്ട് കയറ്റിവിട്ടു. ഇരുട്ട് കയറ്റിവിട്ടതോടുകൂടി ഇരുന്നു പോയി. ഇന്ന് രാത്രി ഒരു തിരിച്ചുപിടുത്തം നടത്തുക ദൈവം, തിരിച്ചുപിടുത്തം നടത്തുക എൻ്റെ ദൈവം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് പുറപ്പാട് 4 ഒരു വാക്യം വചന വെളിപ്പാടിലൂടെ പറയുന്നു. ഫറവോനോട് പോയി പറയാൻ മോശയോട് പറഞ്ഞയച്ചു, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന്. ഇന്ന് രാത്രി സ്വർഗം ചിലർക്ക് വേണ്ടി വാദിക്കുന്നു. എൻ്റെ പുത്രനെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞാൻ തെരഞ്ഞെടുത്തതാണ്. അവനെ ഞാൻ ചോര കൊണ്ട് മുദ്ര വെച്ചതാണ്. അവൻ ആത്മാവിന്റെ വരം കൊടുത്തതാണ്. അവനെ ഇരുട്ടുകൊണ്ട് ഒതുക്കാൻ നോക്കിയാൽ ദൈവം സമ്മതിക്കില്ല. അതുകൊണ്ട് സ്വർഗം പറയുന്നു, എന്റെ പുത്രനെ വിട്ടുതരിക.
ആരോടാ ദൂതെന്ന് എനിക്കറിയില്ല, ആരോടാ ദൂതെന്ന് എനിക്കറിയില്ല. ശുശ്രൂഷയിൽ ഒതുങ്ങിപ്പോയവർ വന്നിട്ടുണ്ടോ? ശുശ്രൂഷയിൽ ഒതുങ്ങിപ്പോയവർ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ദൂതാണത്, നിങ്ങൾക്കുള്ള ദൂതാണത്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചിലര് കൂടി കരുതിക്കൂട്ടി ഒരുക്കിയ കെണികൾ അതിനകത്ത് നിന്നെ അകപ്പെടുത്തിയെങ്കിൽ സ്വർഗം നിനക്ക് എന്നോട് ഇന്ന് രാത്രി കൂടെ കൂടെ പറയാൻ പറയുന്നു, ഒരു ചാൻസോടെ യോനയ്ക്ക് തന്നതുപോലെ ചില അമ്മമാർക്ക്, ചില പിതാക്കന്മാർക്ക്, വിദ്യാഭ്യാസം പൊട്ടിപ്പോയവർക്ക്, ശുശ്രൂഷയിൽ ഒതുങ്ങിപ്പോയവർക്ക് എന്റെ ദൈവം ഒരു ചാൻസോടെ തരികയാണ്. ഇതിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഇനി നമ്മളെ കൊണ്ട് കഴിയില്ല. സ്വർഗം എഴുന്നേൽക്കുന്നു, പ്രകാശം ചൊരിയുന്നു, ദൈവത്തിന്റെ ദിവ്യ പ്രകാശം നിന്റെ മേൽ ഉദിക്കുന്നു. പാപം ഇരുട്ടാണ്, രഹസ്യ പാപം ഇരുട്ടാണ്. നിന്റെ കൂമ്പടച്ചു കളയുന്ന പരിപാടിയാണത്. ഇന്ന് രാത്രി നിന്നെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക. ഇന്ന് രാത്രി നിന്നെ ഉയർത്താൻ പോകുക. നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ മക്കളെ സ്വർഗത്തിലെ ദൈവം നല്ല രാജ്യങ്ങളിലേക്ക് അയക്കും. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, എന്റെ ദൈവം അത് ചെയ്യോ. അത് സംഭവിക്കാതിരിപ്പാൻ ഇരുട്ട് കയറി മൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രി യേശുവിനെ വിളിച്ചു കേട്ട്. നീ ഇന്ന് രാത്രി യേശുവിനെ വിളിക്ക. എന്റെ കൂടെ വരാൻ പറ. ഞങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദിവ്യ പ്രകാശമേ, സ്തോത്രം, 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 സ്തോത്രം. ആ കരമടിക്കുന്ന കൂടെ, കരമുയർത്തുന്ന കൂടെ, സ്തോത്രം പറയുന്ന കൂടെ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പാ പാപം വേണ്ട, പാപം വേണ്ട, ഈ ലോകം വേണ്ട, എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടം എനിക്ക് വേണ്ട, എനിക്ക് പ്രകാശിച്ചാൽ മതി, എനിക്കിവിടെ ഇരുട്ടും കരിക്കട്ടയാകണ്ട, തൽക്കാല സുഖത്തിന് വേണ്ടി എൻ്റെ തീ കെടുത്തി കളയണ്ട, എൻ്റെ ജീവിതം നശിപ്പിക്കണ്ട, എനിക്ക് എൻ്റെ സ്വർഗത്തിലെ ദൈവത്താൽ എനിക്കിനി ആരെ നോക്കാനില്ല, എനിക്കിനി പാരമ്പര്യങ്ങളെ നോക്കണ്ട, എനിക്കിനി ആരെ പുറകോട്ട് നോക്കാനില്ല. എന്റെ ദൈവമേ, രൂത്ത് പറഞ്ഞതുപോലെ നിന്റെ ദൈവം എന്റെ ദൈവം, ഞാൻ ഇതാ വരുന്നു. 40 സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന പോലെ, സ്തോത്രം, ഇതാ ഞാൻ വരുന്നപ്പാ, എനിക്ക് പ്രകാശിക്കണം, ഇനി എനിക്ക് കാത്തു നിൽക്കാൻ വയ്യ, ഇനി എനിക്ക് ഒരു ദിവസം പോലും പാഴാക്കാനില്ല. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ദൈവം ജനത്തെ തൊടുകയാണ്. ഇത് നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് ഇരുട്ടിന്റെ അവസാന രാത്രിയാണ്. ഇന്ന് രാത്രി വെളിച്ചം നിന്നെ തൊടുകയാണ്. ഇരുത്തിക്കളഞ്ഞ ഇരുട്ട്, ഒതുക്കിക്കളഞ്ഞ ഇരുട്ട്, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് 3 ദിവസമല്ല 3 കൊല്ലമായി. ഒരു സ്ഥലത്ത് നിന്നെ 4 ചുമരുകൾക്കകത്ത് ഒതുക്കിയിട്ട്, ഒരു ഗ്രാമത്തിനകത്ത് ഒതുക്കിയിട്ട്, നീ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തു പോയിട്ട് കൊല്ലം 4ആയി, കൊല്ലം 3ആയി. സ്വർഗത്തിരുന്നോട് ദൈവം അത് കണ്ടു. എന്റെ ദൈവം ഇന്ന് രാത്രി പറയുന്നു, വിദേശത്ത് നിന്ന് അവധിക്ക് വന്നതാണ്, അന്ന് ഇവിടെ ബന്ധിക്കപ്പെട്ടു, ആ ഇരുട്ടവനെ ഇരുത്തിക്കളഞ്ഞു, അവന് പിന്നെ പുറത്തു പോകാൻ പറ്റിയില്ല. ആ വീട്ടിൽ നിന്ന് ആരാ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ദൈവം എന്നോട് പറയുന്നു, ആ വീട്ടിൽ നിന്ന് ആരാ ഇവിടെ വന്നിരിക്കുന്നത്? നിന്റെ വീട്ടിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുകയാണ്, നിന്റെ വീട്ടിൽ വഴി തുറക്കുകയാണ്. എന്റെ ദൈവം പറയുന്നു, ആ ഇരുത്തിക്കളഞ്ഞ ഇരുട്ടിനെ ഇന്ന് രാത്രി ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം കയറി ഇന്ന് രാത്രി ഒതുക്കി മാറ്റിയിട്ട് നിന്റെ യാത്രകൾ പുനരാരംഭിക്കട്ടെ. ഒരു രൂപയുടെ വരുമാനമില്ലാതെ, കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഒതുങ്ങിപ്പോയവർ വന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ കരയേണ്ട രാത്രിയല്ല. നിന്റെ ചുമലിലിരിക്കുന്ന നുകം നീ കുടഞ്ഞു കളയണം. എന്നിട്ട് ആരെ നോക്കാതെ പറയണം, യേശുവേ, ഇത്ര പ്രകാശിപ്പിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. യേശു സൗഖ്യദായകനായിരുന്നു എന്നെനിക്കറിയാം.
യേശു ഹൃദയം അറിയുന്നവനാണെന്ന് എനിക്കറിയാം, അത്ഭുത മന്ത്രിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതുപോലെ എന്നെ ശോഭിപ്പിക്കാൻ, എൻ്റെ കുഞ്ഞിനെ ശോഭിപ്പിക്കാൻ ഇത്ര കരുത്തുള്ളൊരു പ്രകാശമാണെന്ന് ഇന്ന് രാത്രിയാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രി എന്നെ ഒറ്റക്കിട്ടിട്ട് പോകരുത്. എന്നെ ആ പ്രകാശ വലയത്തിനകത്താക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അവരെ ഇന്ന് രാത്രി ദൈവം തൊടുന്ന രാത്രിയാണ്. അവരെ ഇന്ന് രാത്രി ദൈവം പണിയുന്ന രാത്രിയാണ്. അവരോടുകൂടെ കർത്താവിൻ്റെ കരമിരിക്കുന്ന രാത്രിയാണ്. സ്തോത്രം. രണ്ടാമത്തെ ഇരുട്ടിൻ്റെ ഒരു ഭയാനകത ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച്, എന്നിട്ട് വേറൊരു വാക്യോടെ വായിച്ച് ഞാൻ അവസാന ഭാഗത്തേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച് എൻ്റെ ഹൃദയത്തിൽ ഈ പ്രകാശിപ്പിച്ച ദൂത് നിശ്ചയമായും ഇവിടെ ഒരു 100 വ്യക്തികൾക്കെങ്കിലും ഫലിക്കും. ഇന്ന് ഇതിനകത്ത് വരാതെ എവിടെയൊക്കെയോ നിന്ന് വചനം കേൾക്കുന്നവർക്കും ഫലിക്കും. അവരുടെ വീട്ടിൽ ചെന്ന് ഈ വെളിച്ചം കയറും. നിങ്ങളുടെ വീട്ടിനകത്തിരുന്ന് യേശുവിനെ വിളിച്ചാൽ മതി. ഈ വെളിച്ചത്തിന് പരിമിതിയില്ല. ഒരു ചെറിയ വിടവ് കിട്ടിയാൽ മതി. സ്തോത്രം, ഹല്ലേലൂയ. ചെറിയ വിടവ് കിട്ടിയാൽ മതി. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ വീടിൻ്റെ ജനലും വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് എല്ലാ ജനൽപ്പാളികളും അടച്ചതാണ്, എല്ലാ വാതിലുകളും അടച്ചതാണ്. പക്ഷെ നിങ്ങളുടെ ജനലിൻ്റെ പാളികൾ ചേരുന്നിടത്തൊരു ചെറിയ വിടവുണ്ടെങ്കിൽ ആ വിടവിലൂടെ വെളിച്ചം അകത്ത് കയറും. അതിന് നിങ്ങൾ ഗേറ്റ് തുറന്നിട്ട് കൊടുക്കണ്ട, സ്തോത്രം, വാതിൽ തുറന്നിട്ട് കൊടുക്കണ്ട. ഒരു വിടവുണ്ടായാൽ മതി, അതിനകത്തൂടെ വെളിച്ചകത്ത് കയറും. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു അര മനസ്സുണ്ടായാൽ മതി, എൻ്റെ കൂടെ വരണേന്നൊന്ന് പറഞ്ഞാൽ മതി, വെളിച്ചമകത്ത് കയറും. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ അവസാനിപ്പിക്കും ദൈവം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ എന്നൊരു വാക്കുണ്ട്, ആ പ്രവൃത്തികളെ അവസാനിപ്പിക്കും. പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഇരുട്ടിൻ്റെ ഭയാനകതയെ ബോധ്യമാക്കുന്ന രണ്ടാമത്തെ ഒരു വാക്യം. 2 പത്രോസ് 2-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കും. 2 പത്രോസ് 2:4 വായിച്ചാട്ടെ. പാപം ചെയ്ത ദൂതന്മാരെ, കേട്ടോളണം, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിലിട്ട്. ആ ചങ്ങല നിങ്ങളൊന്ന് കേട്ടെ, അന്ധതമസിന്റെ ചങ്ങല. അന്ധതമസിന്റെ ചങ്ങലക്കിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാനെ ഏൽപ്പിക്കുകയും മതി. സ്തോത്രം. ഈ രാത്രി ഒരു കൊച്ച് കൂട്ടായ്മയ്ക്കകത്തൊരു ദൂത് പറയുമ്പോൾ ഈ ദൂതന്മാരാരാണ്, ഇവർ ചെയ്ത പാപം എന്താണ് എന്നൊന്നും തലമുടി നാരുടെ കീറി ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ദൈവശാസ്ത്രപരമായി ആ ദൂതൻ ആരാണെന്നും ആ ദൂതന്മാർ ചെയ്ത പാപം എന്താണെന്നൊന്നും തപ്പി നടന്നവർ, സ്തോത്രം, അവരിനി അത് കണ്ടെത്തിയിട്ടൊക്കെ ആയിരിക്കും ബാക്കി കാര്യങ്ങൾ നടത്തുള്ളൂ. അവരെ വിട്ടേക്കുക. ഇന്ന് രാത്രി ആ ദൂതന്മാരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്ന് എൻ്റെ വിഷയം പറയാം. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ബന്ധിക്കാൻ ഒരു ചങ്ങലയുണ്ടാക്കി. കണ്ടോ നിങ്ങൾ? ഒരു ചങ്ങലയുണ്ടാക്കി. ആ ചങ്ങലയുണ്ടാക്കിയത് ഇരുമ്പ് കൊണ്ടല്ല, ഉരുക്ക് കൊണ്ടല്ല, ചെമ്പ് കൊണ്ടല്ല, ഈ ഭൂമിയിലെ ഒരു ലോഹം കൊണ്ടുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? അന്ധതമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ഏറ്റവും കട്ടി കൂടിയ ഒരവസ്ഥയാണ് അന്ധതമസ്. അന്ധതമസിന്റെ ചങ്ങലക്കിട്ടു. ചുരുക്കി പറഞ്ഞാൽ ഇരുട്ടുകൊണ്ട് പൂട്ടി. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇന്ന് രാത്രി പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ, ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ, യുഗങ്ങൾക്ക് മുമ്പ് ദൈവം പാപം ചെയ്ത ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിട്ട് ഇന്ന് വരെ പൊളിക്കാനും പൊട്ടിക്കാനും പറ്റിയിട്ടില്ല. സ്തോത്രം. മനസ്സിലായോ? ഒരു ദൂതന്റെ ശക്തി എത്ര വലുതാണെന്നറിയാമോ? ഒരു ദൂതന്റെ ശക്തി വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സാത്താനെ, സാക്ഷാൽ സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ട് അഗാധകൂപത്തിലേക്ക് അടയ്ക്കാൻ പോവാ. അതിന് സ്വർഗത്തിലെ ദൈവം അങ്ങ് വന്നില്ല, മീഖായേലിനെ വിട്ടില്ല, ദൂത സൈന്യത്തെ വിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ദൂതൻ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ, സ്തോത്രം, അഗാധത്തിൻ്റെ താക്കോലും
കയ്യിലൊരു ചങ്ങലയുമായി വന്നു. സ്തോത്രം. 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടി മീതെ മുദ്ര വെക്കുകയും ചെയ്തു. ആരെയാണ്? ഇത്രയും നേരം ഞാൻ ഒച്ച എടുത്തിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഓർത്ത് എല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും സ്വോത്രം പറയുന്നത്. ആരെയാണ്? പിശാചും സാത്താനുമായ പഴയ പാമ്പിനെ, നമ്മൾ ഈ പേടിച്ച് വിറച്ചിരിക്കുന്ന സാത്താനെ. ആരാണ്? ഒരു ദൂതൻ. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. വെറും ദൂതൻ എന്ന് പറയരുത്, ഒരു ദൂതൻ. മിഖായേലും ഗബ്രിയേലൊന്നും അല്ല, വെറും ദൂതൻ. ആ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്നു. ആ ദൂതൻ എന്ന് കണ്ടേ, 2 കൈയേ ദൂതനുള്ളൂ. ആ ദൂതൻ്റെ ഒരു കൈയിൽ ഒരു വലിയ ചങ്ങലയും അഗാധത്തിൻ്റെ താക്കോലിരിക്കുന്നുണ്ട്. ബാക്കി എത്ര കൈയുണ്ട്? ബാക്കി ഒരു കൈയുള്ളൂ. ആ ഒരു കൈ കൊണ്ട് ആരെ പിടിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? സാത്താനെ പിടിച്ചിട്ട് തൂക്കിയെടുത്ത് അഗാധ കൂപത്തിലേക്ക് എറിഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന സാത്താൻ അത്രയ്ക്കുള്ളൂ. മനസ്സിലായോ? അത് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് പേടിക്കാതെ കിടന്നുറങ്ങാം. അല്ല, നാളെ ഇനി മലയും കയറി വന്ന് ആരെങ്കിലും 5 തൂക്കി വന്നിട്ട് നിങ്ങളുടെ മുറ്റത്തെ കൂടെ പോയി വെള്ളിയാഴ്ച പെരയുടെ മുകളിൽ കൂടെ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ബോധം കെട്ട് പിന്നെ യോഗം വെച്ച് ശ്രോത്രം മെനക്കെടാൻ നോക്കണ്ട. നിങ്ങൾ ഈ വാക്യം ഓർത്തിരുന്നാൽ മതി. ഒറ്റക്കൈ കൊണ്ട് തൂക്കിയെടുത്ത് എറിയാനുള്ളതേ ഉള്ളൂ. അത് ഒരു ദിവസം സാത്താനോട് മുഖത്ത് നോക്കി പറഞ്ഞാൽ അവനങ്ങ് പൊക്കോളും. സ്തോത്രം. അവനെ വാഴ്ത്താനിരിക്കുന്നതാണ് ഈ പ്രശ്നം. സ്തോത്രം. മനസ്സിലായോ? അവനെ വാഴ്ത്താനിരിക്കുന്നതായി പ്രശ്നം. ഒറ്റ ദിവസം പറയണം, നിന്നെ ഒതുക്കാൻ കർത്താവ് വരണ്ട, പരിശുദ്ധാത്മാവും വരണ്ട, സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ ഒരു ദൂതം വന്നാൽ മതി. തൂക്കിയെടുത്ത് എറിഞ്ഞാൽ നീ എവിടെ പോയി കിടക്കുമെന്ന് അറിയാമോ? മുണ്ടക്കയത്ത് താഴെ പോയി കിടക്കും. സ്തോത്രം. അത് ഒരു ദിവസം വാഗമൺകാർ പറഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ കയറിയല്ല. നമ്മളോട് ആരോ, നമ്മുടെ ആൾക്കാർ തന്നെയാണ് വന്ന് പറയുന്നത്. സ്തോത്രം. ഇത് വലിയ കെട്ടാണ്, 4-ാം വേദമാണ്, കുടുക്കാണ്, കൂടത്തിനകത്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇനി ഇത് പുറത്തു പോകുകയില്ല. 40 വെള്ളിയാഴ്ച യജ്ഞം നടത്തണം എന്നൊക്കെ പറഞ്ഞ്, യജ്ഞം എന്ന് പറഞ്ഞില്ലെന്നുള്ളൂ, ഉപവാസം എന്ന് പറഞ്ഞെന്ന്, ശരിക്കും മറ്റതാ സാധനം. ഇതൊക്കെ പറയുമ്പോഴേക്കും ഈ പഴയ പാമ്പങ്ങ് വലിയ മഹാസർപ്പമായി മാറും. നമ്മൾ പറഞ്ഞ ഇവനെ ഇത്രയും വലുതാക്കിയത്. സാക്ഷാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, നോക്കിയേ. പഴയ സാത്താനും പിശാചും സാത്താനുമായ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പ്. പഴയ പാമ്പെന്ന് പറഞ്ഞാൽ ഏത് പാമ്പാ? യുക്തി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലോ. പഴയ ഏത് പാമ്പ്? ഏദൻ തോട്ടത്തിനകത്ത് കയറി വന്ന പഴയ പാമ്പ്. പാമ്പ് സാത്താനായിരുന്നോ? പിന്നെ സംശയം. ബൈബിള് പറയുന്നു. ഇനി ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം പറയുന്നു, പഴയ സാത്താനും പിശാചുമായ പഴയ പാമ്പെന്ന് പറഞ്ഞാൽ വ്യക്തമല്ലേ? സ്തോത്രം. അപ്പൊ ഈ വാക്യം കൃത്യമായി പറയുന്നു, പിശാചും സാത്താനുമായ പഴയ പാമ്പ് എന്ന് പറഞ്ഞാൽ പഴയ ഏദൻ തോട്ടത്തിൽ വന്ന ഗാർഡൻ സ്നേക്ക്, വെറും മരത്തെ കയറി നടക്കുന്ന പച്ചില പാമ്പ്. ആ പാമ്പായിരുന്നു ഇവൻ. അവനെയാണ് നമ്മളെല്ലാവരും കൂടി വാഴ്ത്തി പുറങ്ങാണ്ട് എഴുതിയിട്ടുണ്ട്, 10 തലയുള്ള വലിയ മഹാസർപ്പമാക്കി മാറ്റി. ഈ പഴയ പച്ചില പാമ്പിനെ മഹാസർപ്പമാക്കിയത് നമ്മൾ ഉപദേശിമാരെല്ലാം കൂടിയാണ്. അതിനവിടെ ചെന്ന് കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി വാഗമൺകാർ പറയണം, ദൂതൻ ഒറ്റക്കൈ കൊണ്ട് പിടിച്ച് അങ്ങോട്ട് ഇട്ടു. ഹല്ലേലൂയ. 6000 വർഷമായിട്ട് മനുഷ്യ ചരിത്രത്തിൽ ഒതുങ്ങാതെ അടരാടി വ്യാപരിച്ച് പാപം ചെയ്യിപ്പിച്ച് ഈ കാണുന്ന സകല കലാമറ്റിക്കും കാരണഭൂതനായി ഇങ്ങനെ അടരാടുന്ന ദുഷ്ട പിശാചിനെ ഒറ്റ കൈ കൊണ്ടെടുത്ത് അഗാധകൂപത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അത്രയ്ക്ക് ശക്തനാണ് ഒരു ദൂതൻ. അങ്ങനെയുള്ള ദൂതന്മാരെ എൻ്റെ ദൈവം പൂട്ടിയത് എന്തുകൊണ്ടാന്ന് അറിഞ്ഞോ? അന്ധതമസിന്റെ ചങ്ങല കൊണ്ട്. ഞാൻ ഇരുട്ടിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇരുട്ട് കൊണ്ടൊരു പൂട്ട് പൂട്ടിയാൽ
പിന്നെ അഴിയേല. സ്തോത്രം. പിന്നെ അഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വെളിച്ചം വരണം, അല്ലാതെ മെഴുകിരി കത്തിച്ചാൽ അഴിയേല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സ്തോത്രം എന്നെ ഇവിടെ നിന്ന് വിടാൻ നോക്കണ്ട. മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന, അകത്ത് തുളച്ചു കയറുന്ന ഈ ഇരുട്ടിന്റെ ചങ്ങലയെ ഉരുക്കാൻ കഴിവുള്ള ഏതെങ്കിലും വെളിച്ചം ലോകത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി കയറി വരട്ടെ. അതിന് കരുത്തുള്ള ഒരു വെളിച്ചം ഞാൻ പ്രസംഗിച്ച യേശു മാത്രമാണ്. ഇങ്ങനെയുള്ള ആഭിചാരം കൊണ്ടോ ശുദ്രം കൊണ്ടോ പഴയ അന്ധകാര ശക്തി കൊണ്ടോ ചങ്ങലയുണ്ടാക്കി കുടുംബങ്ങളെ ബന്ധിച്ച ബന്ധനം യേശുക്രിസ്തുവിന്റെ കൂടെ നിന്നുകൊണ്ട് അഴിച്ച ചരിത്രമാണ് ദൈവസഭയ്ക്കുള്ളത്. ഇന്ന് രാത്രികാലം വാഗമണ്ണിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, 2 ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ കയറി യേശുവൂടെ ഒന്നിച്ചു കയറിയാൽ നിന്റെ വീട്ടിൽ വല്യപ്പച്ചന്റെ കാലം മുതൽ കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാര കെട്ടുകളെ എന്റെ യേശുവെന്ന് വിളിച്ച് ഉരുക്കി കളഞ്ഞിട്ട് നിന്റെ മക്കളെയും നൃത്തം ചെയ്ത് ആരാധിക്കുന്നവരാക്കി മാറ്റാൻ എന്റെ യേശു എന്ന സത്യ വെളിച്ചത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയാ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത്ര ആവേശമുണ്ട്. നാളെ പ്രസംഗിക്കാൻ ഒച്ച ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ന് മുഴുവൻ ഒച്ച ഇവിടെ വാഗമണ്ണി തന്നിട്ട് പോവാ. സ്തോത്രം. സ്വർഗം പറയുന്നു, ഈ ചങ്ങല അഴിക്കാൻ വേറെ ഒരു പരിപാടിക്കും പറ്റിയല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ ചങ്ങല അഴിക്കണമെങ്കിൽ യേശു എന്ന ദിവ്യ പ്രകാശം വരണം. അത് ഞങ്ങൾ ഈ പറയുന്ന ഈ അന്ധകാരത്തിന്റെ പാപത്തിന്റെ ഒക്കെ ബന്ധനം എന്ന് പറയുന്നത് ചുമ്മാ ഒരു വെറും വാക്കല്ല. അതിനെ കണ്ണുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്, ആത്മീകത്തിനൊരു കാണുന്ന വശമുണ്ട്, കാണാത്ത വശമുണ്ട്. ഈ ചങ്ങല സ്കാൻ ചെയ്താൽ കാണില്ല, എക്സ്റേ എടുത്താൽ കാണില്ല, ലാബോറട്ടറി രക്തം പരിശോധിച്ചാൽ കാണില്ല. ശ്രോത്ര, ഇത് എന്ത് ചെയ്താലും കാണിയല്ല. ഇത് വെളിച്ചം കയറിയെങ്കിലേ അഴിയത്തുള്ളൂ. അത് ഇന്ന് രാത്രി കയറിയാൽ എല്ലാ ഇരുട്ടും തീരും. അതിന് ദൈവമായ കർത്താവ് ഇന്ന് രാത്രിക്കാല അവസരം തരികയാണ്. ഒറ്റ വാക്യം കൂടി വായിച്ച് കൺകൂടുകയാണ്. പിന്നെ ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഞാൻ കർത്തൃദാസന്മാരുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. രാത്രിക്കാലം ഇത്ര ശക്തിയേറിയ ഒരു ആത്മീക ദൂത് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ് എത്ര പേർക്കൊന്ന് ആത്മാവിൽ ആരാധിച്ച വെളിച്ചം ഇതിനകത്ത് ചുറ്റി മിന്നണം. ഇന്ന് രാത്രി എന്നെയും എൻ്റെ കുടുംബത്തെയും മലയെ ചുറ്റി മിന്നണം. അങ്ങനെ ആ വെളിച്ചം ഇവിടെ ഇറങ്ങണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്ര. ശക്തിയോടെ ഒരു പാട്ടോടെ പാടി ആരാധിച്ച് ആ വെളിച്ചം ഇന്ന് രാത്രി ഇവിടെ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു നിൽക്കുന്നത് പോലെ ഇതിന് നടുവിൽ ആ വെളിച്ചം ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്നോടെ സ്തുതിച്ചേ. ഇത്രയും പേർക്ക് ആഗ്രഹമുണ്ട്. 11 മണിയായാലും ആരാധിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊയർ നല്ലൊരു പാട്ടിന് വേണ്ടി തയ്യാറായിക്കൂ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ ഒരൊറ്റ വാക്യം കൂടി വായിച്ച് എൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. അത് അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു വാക്യമാണ്. 9-ാമത്തെ അധ്യായം 22-ാമത്തെ അധ്യായം 9 വേണ്ട 22 എല്ലാ വാക്യം കൂടി വായിക്കാൻ നേരം. 22-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 22-ന്റെ 6 വായിക്കാമോ? 22-ന്റെ 6. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തുനിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. മതി. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിന്റെ സാക്ഷ്യമാണ് അദ്ദേഹം. 22-ാം അധ്യായത്തിനകത്ത് ഒരു കോടതി സമുച്ചയത്തിനകത്ത് അദ്ദേഹത്തെ വിസ്തരിക്കുന്ന വേളയിൽ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ മതം മാറിയതല്ല, എന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തതല്ല. സ്തോത്രം. ഫുട്ബോൾ കളിക്കാരെയും ക്രിക്കറ്റ് കളിക്കാരെയും മറ്റ് ടീമുകാർ വില കൊടുത്ത് വാങ്ങിച്ചതുപോലെ യഹൂദനായ എന്നെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവർ വില കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെ താങ്കൾ എന്തുകൊണ്ട് ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ച് ഗമാലിയേലിന്റെ പാദപീഠത്തിൽ സ്തോത്രം വന്നിരുന്ന് പഠിച്ച് യഹൂദാമതത്തിന്റെ കയ്യാളായി മഹാപുരോഹിതന്മാരുടെ വലങ്കയ്യായി ദേവാലയ സൂക്ഷിപ്പുകാരുടെ കൂടത്തിൽ എണ്ണപ്പെട്ടിരുന്ന റബ്ബിയായിരുന്ന നീയ് ഒറ്റ ദിവസം കൊണ്ട് എന്തുകൊണ്ട് കളം മാറി ഈ മാർഗക്കാരുടെ കൂടെ ചേർന്നു എന്ന് കോടതി ചോദ്യം ചെയ്യുമ്പോൾ കോടതിയോട് പ്രതി എന്ന നിലയ്ക്ക് മറുപടി പറയുകയാണ് ലോകമറിയപ്പെട്ട ധന്യനായ പൗലോസ് ശ്ലീഹ. അദ്ദേഹം എന്താ പറഞ്ഞത്? സ്തോത്രം.
ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും രോഗം വന്നപ്പോൾ ആരാണ്ടും വന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കൂടെ ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചേർന്നതാണെന്നാണോ പറഞ്ഞത്? ആണോ? യോ, നിങ്ങളുടെ ഇരിപ്പുണ്ടിട്ട് അങ്ങനെ ചേർന്നാന്ന്? അങ്ങനെയാണോ? അങ്ങനെയൊന്നും ചേരണ്ട, അങ്ങനെയൊന്നും ചേരുകയും ചെയ്യരുത്. ഒരു 10 കൊല്ലോടെ ഇങ്ങനെ വണ്ടി പോട്ടെ, അന്നേരം ചേരരുന്ന് എൻ്റെ അഭിപ്രായം. വെറുതെ സഭ മെനക്കെടുത്തരുത്. പിന്നെ എങ്ങനെയാണ് പൗലോസ് ഈ മാർഗത്തിലേക്ക് വരാൻ കാരണം? അയാൾ പറയുന്നു, ഞാൻ ഈ മാർഗത്തിൻ്റെ ശത്രുവായിരുന്നു. കൂറ്റം തെറ്റിദ്ധാരണ കൊണ്ട് മഹാപുരോഹിതന്മാർ എന്നെ ചാട്ടേക്കയറ്റിയത് കൊണ്ടും അവരെന്നെ കയ്യിലെടുത്ത് അധികാരപത്രം എഴുതി സീൽ ചെയ്ത് കയ്യിൽ തന്നതുകൊണ്ടും യേശുക്രിസ്തു ലോകരക്ഷകനാണെന്നും പാപപരിഹാരകനാണെന്നും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിച്ച് യേശുവിനെ മാത്രം ആരാധിച്ച് ആത്മനിറവിൽ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും അവരൊന്നിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ട് ആത്മാവിൽ ജീവിച്ച് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിയവരുവിന് വേണ്ടി കാത്തിരുന്ന് കള്ളു കുടിക്കാതെ, പാപം ചെയ്യാതെ, കഞ്ചാവ് വലിക്കാതെ, ഈ വക യാതൊരു വിഷയത്തിനകത്ത് ഇടപെടാതെ വേദപുസ്തകം വായിച്ച് വളരെ ശാന്തശീലരായി ദൈവത്തെ പ്രസാദിപ്പിച്ചു പോരുന്ന ഈ കൂട്ടർക്ക് വിരോധമായി പ്രവർത്തിച്ചവനാണ് ഞാൻ. സ്തോത്രം. എന്നാൽ യെരൂശലേമിലെ സഭകളെ മുച്ചൂട് മുടിച്ചനന്തരം ഞാൻ, സ്തോത്രം, ദമാസ്കസ് എന്നറിയപ്പെടുന്ന ഒരു പുരാതന പട്ടണത്തിൽ ഒരു കൊച്ചുകൂട്ടം ആളുകൾ ഇതുപോലെ യേശുവിനെ വിശ്വസിക്കുന്നവരുണ്ടെന്നറിഞ്ഞു. അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് ഉപദ്രവിക്കാൻ, ഇല്ലാതാക്കാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ അനുവാദത്തോടുകൂടി ദമസ്കോസ് പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകളുണ്ട്, വാഹന മൃഗത്തോടു കൂടെ. ഏകദേശം നട്ടുച്ച നേരം സൂര്യൻ 45-50 ഡിഗ്രി കത്തിക്കാളി നിൽക്കുന്ന ആ ഉച്ച സൂര്യന്റെ പ്രതാപഘട്ടത്തിന് കീഴെ അങ്ങ് ദൂരെ ദമസ്കോസ് പട്ടണത്തിന്റെ പ്രധാന കവാടങ്ങൾ എനിക്ക് കാണാം. എൻ്റെ വാഹനത്തിൽ ഞാൻ ചീറി ശ്രോത്രന്റെ മനസ്സിനകത്ത് യേശുവിൻ്റെ മാർഗക്കാരെ ഇല്ലാതാക്കണമെന്നുള്ള വാശിയോടെ ദമാസ്കസ് പട്ടണത്തിൽ എവിടെയാണ് അവർ ഒന്നിച്ചു കൂടുന്നതെന്ന് കാണാൻ വേണ്ടി പട്ടണവാതിൽ കടക്കുന്നതിനേക്കാൾ മുമ്പ് നട്ടുച്ച നേരത്ത്, ദൈവത്തിന്റെ വാക്ക് കേട്ടോ, നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം എന്നെ ചുറ്റി മിന്നി. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ, എന്നെ ചുറ്റി മിന്നി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു, പൗലോസ് ഒറ്റയ്ക്കല്ല പോകുന്നത്. ആണോ? അല്ല, എന്നോട് കൂടെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കൂട്ടം ആളുകൾ, ഇത്രയും പാസ്റ്റർമാർ ഒരുമിച്ച് ഈ വേദിയിലിരിക്കുമ്പോൾ, സ്തോത്രം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരന്മാർ ഒരു ലൈറ്റ് അടിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേൽ മിന്നും. സ്തോത്രം, എല്ലാവരുടെ മേലും മിന്നും, എല്ലാവരെയും ചുറ്റി മിന്നും. ഒരു ലൈറ്റനിങ് ഉണ്ടായാൽ എല്ലാവരെയും ചുറ്റി മിന്നും. പക്ഷെ ഇവിടെ ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ, എന്നെ കേട്ടിരിക്കും, ലാസ്റ്റ് വാക്കുകളായത്, ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ഒരു കൂട്ടം ആളുകളെ ചുറ്റിയില്ല, ഇതിനകത്ത് എന്നെ മാത്രം ചുറ്റി. ഹല്ലേലൂയ. ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത, ആരെ ലക്ഷ്യം വെച്ചോ അവനെ മാത്രം ചുറ്റും. ഈ യോഗം ഈ പ്രാവശ്യം ഈ സമയത്ത് ഇവിടെ വെക്കാൻ കർത്തൃദാസന് പ്രേരണ കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇവിടെ ആരെയൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അവരെയൊക്കെ ഇന്ന് രാത്രി ഈ വെളിച്ചം ചുറ്റുന്നുണ്ട്. അവരെ കറങ്ങി കറങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ അറിയുന്നുണ്ട്, ആ വെളിച്ചം ഇന്ന് രാത്രി നിന്റെ കൂടെ ചുറ്റി ചുറ്റി നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി അവൻ നിന്നെ കൊണ്ട് പോകത്തുള്ളൂ. നിന്നെ പാപത്തിന് വിട്ടുകൊടുക്കാതെ, നരകത്തിലേക്ക് എറിയാതെ, നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് വാദിച്ചവരുടെ നടുവിൽ നിന്നെ ഈ പ്രകാശം കയറി ചുറ്റി മിന്നി നിന്നെ പ്രകാശിപ്പിക്കുന്നവനാക്കി മാറ്റാൻ ഈ വെളിച്ചം ഇടപെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ 7 പേര് കാണും. 7 പേര്, നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളുടെ 3 മക്കളും പിന്നെ 2 പേരുടെ മരുമക്കളും അല്ലെങ്കിൽ കൊച്ചുമക്കളും, എല്ലാവരും കൂടി 7 പേര് കാണും. 7 പേരും കൂടി ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഈ വെളിച്ചത്തിൻ്റെ പ്രത്യേകത, 7 പേരെയും കൂടി ഒരുമിച്ച് ചിലപ്പോൾ ചുറ്റിന്നിരിക്കുകയല്ല. ചിലപ്പോൾ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ബോംബെ പോയ കൊച്ചിനെ മാത്രം ചുറ്റും. സ്തോത്രം, മനസ്സിലായോ? മാത്രം ചുറ്റും. നിന്റെ വീട്ടിൽ അവളെ മാത്രം ഇത് ചുറ്റുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവളുടെ ജീവിതശൈലി മാറും.
അപ്പം നെറ്റ് ചുളുക്കി കാണിക്കരുത്. ഈ ദൂത് കേട്ട നിങ്ങൾ ഇനി നെറ്റ് ചുളുക്കി കാണിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ ജോലിക്ക് പോയി ബോംബെയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തോ പോയി താമസിച്ച നിങ്ങളുടെ മകനെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ മാത്രം ചുറ്റും ഗതികേട് കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ആരോ വിളിച്ചൊരു ബൈബിളും കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കട്ടപ്പനയോ മുണ്ടക്കയത്തോ പ്രാർത്ഥനയ്ക്ക് പോയ ആ വീട്ടിലെ അമ്മയെ മാത്രം കയറി ചുറ്റും. 50 പേര് ഒരുമിച്ച് പോയാലും എല്ലാരെയും ചുറ്റണമെന്നില്ല. ഈ വെളിച്ചം ലക്ഷ്യം വെച്ചവരെ മാത്രം ചുറ്റും. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ ഈ വെളിച്ചം ചുറ്റിക്കറങ്ങി ഇറങ്ങി വരുമ്പോൾ ആരും കാണാതെ ആൾക്കൂട്ടത്തിനിടയിൽ ഒളിച്ചിരുന്നിട്ട് എന്നെ ചുറ്റരുതേ, എന്നെ കാണരുതേ എന്ന് പറഞ്ഞ് രക്തസ്രാവക്കാരി സ്ത്രീ ആൾക്കൂട്ടത്തിനിടയിൽ ഒളിച്ചിരുന്നത് പോലെ നീ ഒളിച്ചിരിക്കുമോ? അതെയോ ഇന്ന് രാത്രികാല എൻ്റെ ദൈവമേ, ഇവിടെ വന്ന 500 പേര് ആരെ ചുറ്റിയില്ലെങ്കിലും എൻ്റെ മേലത് ചുറ്റി മിന്നണമേ. ഇന്ന് രാത്രി എനിക്കാണ് ഈ ദൂത് വേണ്ടത്. എൻ്റെ കുടുംബമാണ് കരഞ്ഞോണ്ട് നടക്കുന്നത്, കലങ്ങി നടക്കുന്നത്. എന്റെ വീട്ടിലാണ് അസ്വസ്ഥത, എന്റെ വീട്ടിലാണ് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്, എന്റെ വീട്ടിലാണ് രോഗം മാറാത്തത്. എന്നെ ചുറ്റി മിന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരുണ്ട് ഇന്ന് രാത്രി ഇവിടെ? ആരെയും ചുറ്റിയില്ലെങ്കിലും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവമേ എന്നെ ചുറ്റി മിന്നണമേ. ആ സ്തോത്രം പൗലോസിനെ ചുറ്റി മിന്നി. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. കൈ കിട്ടിയവനെയൊക്കെ ഈ വെളിച്ചം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഈ വെളിച്ചം പൗലോസിനെ ഒതുക്കിയില്ല, നശിപ്പിച്ചില്ല, ശിക്ഷ വിധിച്ചില്ല. ഈ വെളിച്ചം അവനെ പ്രകാശിപ്പിച്ചു. ഇന്ന് രാത്രിയിലും പൗലോസ് എന്ന് പറഞ്ഞാൽ അതാരാന്ന് നമ്മളാരും ചോദിക്കുകയില്ല. അത്രയ്ക്കറിയപ്പെട്ടവനായി മാറി. എന്തുകൊണ്ടെന്നാൽ ഈ വെളിച്ചം പ്രകാശിപ്പിച്ചവനെ. യഹൂദന്മാർ തള്ളിക്കളഞ്ഞാലും വളഞ്ഞിട്ട് തല്ലിയാലും എൻ്റെ ദൈവം പ്രകാശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ ആർക്കൊതുക്കി വെക്കാൻ കഴിയും? ഇന്ന് രാത്രി ആരൊക്കെ നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലും, ആരൊക്കെ വളഞ്ഞിട്ട് തല്ലിയാലും, ആരൊക്കെ നിനക്കെതിരെ കള്ളക്കേസ് കൊടുത്താലും, ആരൊക്കെ നിനക്കെതിരെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാലും, എൻ്റെ ദൈവമാകുന്ന ഈ ദിവ്യ പ്രകാശം നിന്നെ പ്രകാശിപ്പിക്കാൻ നോക്കിയാൽ ആർക്കൊതുക്കാൻ പറ്റും? അതുകൊണ്ട് ഈ രാത്രി അവസാനിപ്പിക്കുമ്പോൾ ദൈവാത്മാവ് ചോദിക്കുന്നു, എല്ലാ രോഗവും ഇന്നിവിടെ അഴിഞ്ഞു വീഴാൻ പോവാ, എല്ലാം നിരാശയും മാറിപ്പോകാൻ പോവാ. ഇതെല്ലാം ഈ ഇരുട്ടിന്റെ കളിയാണ്. നിങ്ങളുടെ ശരീരത്തിലെ പല രോഗവും രോഗമല്ല, ഇരുട്ട് കയറ്റി വിട്ടിരിക്കുന്നതാ. അതിനൊക്കെയുള്ള വാക്യം ഞാൻ ഇവിടെ വെച്ച് എഴുതിയ വെച്ചത്. പക്ഷെ ആ വാക്യമൊന്നും പറയാൻ ഇനി സമയമില്ല, യുക്തിയല്ല അത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ശരീരം മുഴുവൻ ഇരുണ്ടുപോയി. ശ്രോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ശ്രോത്രം കറുത്തുപോയി എന്നല്ല, വെയിൽ കൊണ്ട് കറുത്തുപോയി എന്നല്ല എൻ്റെ വ്യാഖ്യാനം. എൻ്റെ ശരീരത്തിനകത്തേക്ക് ഇരുട്ട് കയറി. ഇരുട്ട് കയറിയതോടുകൂടെ എന്നും നടുവേദന, എന്നും കാലിന് നീര്, കാൽമുട്ട് മാറ്റിവെക്കാൻ പറഞ്ഞിരിക്കുക. ഇരുട്ട് കയറി താണ്ഡവ നൃത്തമാടുന്ന ശരീരവുമായിട്ടാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ആ ശരീരത്തിലേക്ക് ഇന്ന് രാത്രി ഏത് എക്സ്റേയേക്കാൾ തുളച്ചു കയറുന്ന, ഏത് കീമോതെറാപ്പിയേക്കാൾ, ഏത് റേഡിയേഷനേക്കാൾ തുളച്ചു കയറുന്ന എന്റെ ദൈവമായ കർത്താവിന്റെ പ്രകാശം ഇന്ന് രാത്രി തുളച്ചു കയറിയാൽ ഈ രാത്രി ഈ തുറന്ന ഹോളിൽ നിന്ന് നീ സൗഖ്യമായി മടങ്ങിപ്പോകാം. അത് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവര് ദൈവത്തോട് ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യാം. മനസ്സിനകത്ത് ഭീതി, എന്തോ സംഭവിക്കാൻ പോകുക എന്നുള്ള തോന്നല്, സ്തോത്രം ഹല്ലേലൂയ, എന്തോ ഒക്കെ നേരിടുന്നു എന്നുള്ള തോന്നല്, അങ്ങനെ ഹൃദയത്തെ കൈയടക്കി, മനസ്സിനെ കൈയടക്കി, നിരാശ വരുത്തുമാറ്, വിശ്വാസം നഷ്ടപ്പെടുത്തുമാറ്, പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലെന്ന് തോന്നുമാറ് അന്ധകാര ശക്തികൾ ഉള്ളിൽ കയറി താവളമടിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി 9:30 മണിയാകുന്നതിനേക്കാൾ മുമ്പ് നിന്റെ ഹൃദയത്തിൽ ഈ പ്രകാശം ശോഭിക്കൂ, മനസ്സിനകത്ത് പ്രകാശം ശോഭിക്കൂ, മുഖം മൂടികൾ വലിച്ചു കീറൂ, ഇരുണ്ട സ്ഥലത്ത് നിന്ന് വെളിച്ചം പ്രകാശിക്കൂ. സ്വർഗ്ഗം അത് ചെയ്യാൻ പോകുകയാണ്. വിശ്വാസമുള്ള ദൈവമക്കൾ ഇരു കരങ്ങളും അടിച്ചു ദൈവത്തോട് നന്ദി പറ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടത് ഈ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ലവരായ വാഗമണിലെ ഈശ്വര വിശ്വാസികളെ,
ഞാൻ പറഞ്ഞ സത്യം ഒന്നോടെ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഞാൻ ഇങ്ങനെ പറയാം, 1000 മെഴുകുതിരികൾ ഒന്നിച്ച് കത്തിച്ചാലും ഞാൻ ഈ പറയുന്ന ഇരുട്ട് മാറില്ല. എന്നാൽ നീ തീപ്പെട്ടി ഉരയ്ക്കാതെ 10 രൂപ മുടക്കാതെ ഈ വെളിച്ചം നിന്നെ ചുറ്റി മിന്നും. അതിന്ന് രാത്രി എനിക്ക് ആവശ്യമാണെന്ന് ബോധ്യമുള്ളവർ മാത്രം കരമുയർത്തി ദൈവത്തിന് ഒന്നോടെ സ്തോത്രം ചെയ്യും. ആ കരമുയർത്തിയവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കരമുയർത്തിയവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ബൈബിളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കരമുയർത്തിയവർ എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരും ധൃതി പിടിച്ച് ഓടിപ്പോകരുത്. നിങ്ങൾക്ക് പോകണമെങ്കിൽ 8:30 പോകാമായിരുന്നു, 8:45 പോകാമായിരുന്നു, 9 പോകാമായിരുന്നു, 9:15 പോകാമായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം തരികയാണ്. 2-3 മിനിറ്റുകൾ മാത്രം. ഒരു പാട്ടോടെ സന്ദർഭോചിതമായി ചേർന്ന് ആരാധിക്കും. സ്വത്രം എല്ലാ കണ്ണും അടച്ചാട്ടെ, എല്ലാ കണ്ണും അടച്ചാട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചാട്ടെ. എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, അവൻ എത്ര പറഞ്ഞു കൊടുത്താലും അവന് ഓർമ്മയെ നിൽക്കുകയില്ല. എൻ്റെ വീട്ടിലൊരു മോളുണ്ട്, അവൾ പഠിക്കും, പക്ഷെ പരീക്ഷ കുളിച്ചെല്ലും എല്ലാം മറന്നു പോകും. അവൻ്റെ ഉള്ളിൽ ഇരുട്ട് കയറി കിടക്കുക. ഇന്ന് രാത്രി നിൻ്റെ മക്കളെ രക്ഷപ്പെടുത്താം, നിൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താം. അതിനെല്ലാത്തിനും കൂടി ഏക ഉത്തരം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. നിങ്ങളെല്ലാവരും കണ്ണുകളടയ്ക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ, എന്നെ പ്രകാശിപ്പിക്കണമെന്ന് പറയുമ്പോൾ, ഞാനൊരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത്. എൻ്റെ അപ്പനൊരു കൂലിവേല, നിങ്ങൾ പറയണം ആ കാര്യങ്ങൾ, നിങ്ങളുടെ അനുഭവമാണെങ്കിൽ. ഒരു കൂലിവേലക്കാരനായിരുന്നു. പഠിക്കേണ്ട കാലത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. നല്ല ആഹാരം കഴിച്ചല്ല ജീവിച്ചത്. വണ്ടിക്കൂലിക്ക് കാശില്ലാത്തത് കൊണ്ട് കിലോമീറ്ററുകൾ ഞാൻ ഈ മല കയറി നടന്നിട്ടുണ്ട്. എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി മണ്ണിൽ ഞാൻ കിളച്ചിട്ടുണ്ട്. എൻ്റെ ശരീരം ഇന്നോ ആകപ്പാടെ ക്ഷീണമാണ്. എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കരങ്ങൾ ഒന്നുകിൽ തലയ്ക്ക് മീതെ ഉയർത്തുകയോ അല്ലെങ്കിൽ നെഞ്ചത്തേക്ക് കരങ്ങൾ ചേർത്ത് വെക്കുകയോ ചെയ്തിട്ട് പറ, ഞാൻ ഈ കേട്ട ദിവ്യപ്രകാശം 10,000 പാവപ്പെട്ടവരെ പ്രകാശിപ്പിച്ച്, പട്ടിണി കിടന്ന് മക്കളെ വളർത്തിയവരെ രക്ഷിച്ച ഈ പ്രകാശം ഇന്ന് രാത്രി എൻ്റെ നാട്ടിൽ വന്നിരിക്കുക. എൻ്റെ വീട്ടിലേക്ക് വരണം. എൻ്റെ കടം മാറണം. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കള്ളുകൂടി മാറണം. നിങ്ങൾ ആരെങ്കിലും സഹോദരങ്ങളെ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ടോ? നിങ്ങൾക്ക് മദ്യപിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ നിങ്ങൾ അറിയാതെ മദ്യപിച്ചു പോകുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഈ വെളിച്ചം നിങ്ങളുടെ അകത്ത് കയറിയാൽ ഇനി നിങ്ങൾ മദ്യം തൊടിയേല. ഞങ്ങൾ അനുഭവിക്കുന്ന സത്യമാണ് ഈ പറയുന്നത്. ഇന്ന് രാത്രി രക്ഷയുടെ രാത്രിയാണ്. പലരെയും പ്രകാശിപ്പിക്കുന്ന രാത്രിയാണ്. എത്ര പേർ തീരുമാനിക്കും, അപ്പാ എന്നെ പ്രകാശിപ്പിക്കാമെങ്കിൽ ഞാൻ അങ്ങയുടെ പക്ഷം ചേർന്ന് നിൽക്കാം, അങ്ങ് പറയുന്നതെല്ലാം അനുസരിക്കാം, എനിക്ക് അങ്ങേ അനുസരിക്കുന്നതോട് ഇഷ്ടം മറ്റൊന്നുമില്ല. അങ്ങനെയുള്ളവരെല്ലാം ദൈവത്തോട് പറഞ്ഞുകൊണ്ട് നിൽക്ക്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം യൗവനക്കാരെല്ലാം പ്രാർത്ഥിച്ച് നിൽക്ക്. നീ നരകക്കുഴി വീഴരുത്. സിംഹക്കൂട്ടിൽ കൊണ്ടുപോയി നിന്നെ വിവാഹം ചെയ്ത് വിടരുത്. നീ കരയേണ്ടി വരരുത്. നീ പ്രകാശിക്കട്ടെ. നിന്റെ ജീവിതം പ്രകാശിക്കട്ടെ. നിന്റെ കുടുംബജീവിതം പ്രകാശിക്കട്ടെ. നിന്നെ പ്രകാശിപ്പിക്കട്ടെ ദൈവം. സ്വർഗം അത് ചെയ്യും. ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. അന്യഭാഷ പറയാൻ അകത്ത് തുടിക്കുന്നെങ്കിൽ അന്യഭാഷ പറ. ശരീരം വിറയ്ക്കുന്നെങ്കിൽ വിട്ടുകൊടുക്കുക. ശരീരത്തിന്റെ ഭാരം കുറയുന്നെങ്കിൽ വിട്ടുകൊടുക്കുക. ഏൽപ്പിച്ചു കൊടുക്കുക. പിടിച്ചു കെട്ടാതെ നിങ്ങൾ വിട്ടുകൊടുക്കുക. യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മവ്യാപാരം ഉണ്ടാകട്ടെ. നിഴല് പോലെ ദൈവാത്മാവ് ഇറങ്ങി വരട്ടെ. ഓരോരുത്തരുടെ മേൽ പതിയട്ടെ. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ പതിയട്ടെ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. ഇവരെ പ്രകാശിപ്പിക്കണമേ യേശുവേ, ഇവരെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമേ, ഈ കരഞ്ഞുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നവരെ ദൈവം കാണുന്നല്ലോ. ദൈവമേ, കരങ്ങൾ ഉയർത്തിയവരെ, കരങ്ങൾ നെഞ്ചത്ത് വെച്ചവരെ ദൈവം കാണുന്നല്ലോ. എൻ്റെ അപ്പ എന്ന് വിളിക്കുന്നവരുടെ ശബ്ദം നീ കേൾക്കുന്നല്ലോ. ആ പുറകിൽ നിൽക്കുന്ന സഹോദരന്മാരെ ദൈവം കാണുന്നല്ലോ. അപ്പ എൻ്റെ സഹോദരിമാരെ കാണുന്നല്ലോ. കുറെ നേരമായി കരങ്ങൾ ഉയർത്തി പിടിച്ചോണ്ട് നിൽക്കുന്ന ആ ബ്രദറിനെ ദൈവം കാണുന്നല്ലോ. അപ്പ
ഈ സഹോദരിയെ ദൈവം കാണുന്നല്ലോ അപ്പാ. ഇന്ന് രാത്രിക്കാലം ഈ അമ്മമാരെ ദൈവം കാണുന്നല്ലോ. തേങ്ങിക്കരയുന്നവരെ ദൈവം കാണുന്നല്ലോ. നല്ല യൗവനക്കാരികളായ എൻ്റെ കൊച്ചു സഹോദരിമാരെ ദൈവം കാണുന്നല്ലോ. അവരെല്ലാം തേങ്ങുന്നത്, അവരുടെ ഹൃദയം തുടിക്കുന്നത് കാണുന്നല്ലോ. എൻ്റെ പുറകിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ എൻ്റെ ദൈവം കാണുന്നല്ലോ അപ്പാ. രാത്രി ഇരുട്ട് മാറട്ടെ. ഈ ദൂത് മനസ്സിലായില്ല എന്ന് ആരും പറയല്ലേ അപ്പാ. ഇതിവര് മരിച്ചാലും മറക്കല്ലേ. വാഗമൺകാർ ഈ ദൂത് മരിച്ചാലും മറക്കല്ലേ. ഇവര് ഈ ദൂത് തിരിച്ചറിയട്ടെ. ഇവരിത് മുറുകെ പിടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമടിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തേ. എല്ലാ കരവും അടിച്ച് ചേർന്ന് ആത്മശക്തിയോടെ വെളിച്ചങ്ങൾ നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ആ ദിവ്യ പ്രകാശത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങളെ തൊടട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഈ പ്രകാശം ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. എല്ലാ ഉള്ളങ്ങളെയും പോലൊരുക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും പോലൊരുക്കണമേ. സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ ഇന്ന് നടത്തണമേ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ ഇന്ന് നടത്തണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ
അധികാരത്തിൽ നിന്ന് വെളിച്ചമായി നമ്മുടെ അകത്ത് കടന്നു വന്ന് വിടുവിച്ച കർത്താവിനെ കരങ്ങളടിച്ച് നന്ദിയോടുകൂടി ആത്മാവിൽ സ്തോത്രം ചെയ്യുക. ഓ, ഇന്ന് രാത്രികാലം വിടുവിക്കപ്പെടേണ്ടതിനെ ദൈവം വിടുവിച്ചു. ചിലതിനെ വ്യക്തിപരമായി ദൈവം സന്ദർശിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മോട് തന്റെ വചനത്തിലൂടെ തന്റെ ആത്മാവിലൂടെ ശക്തിയായി ദൈവം ഇടപെട്ടതിനായി കരങ്ങളടിച്ച് ആത്മാവിൽ നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഓ റബ ശബ്ദരാതി അക്കരതനവര. ഇനി ഇരുട്ടിന് വ്യാപരിക്കുവാൻ കഴിയത്തില്ല. ഇനി അന്ധകാര ശക്തിക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. ദൂതനെ ദൈവം അയച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എത്ര വലിയ ഇരുട്ടായാല്, എത്ര ഇരുത്തിക്കളഞ്ഞാല്, എത്ര നിന്നെ താഴ്ചയിലേക്ക് വലിച്ചെറിഞ്ഞാല്, അവിടെ നിന്ന് കരകയറ്റുന്ന വെളിച്ചമായവൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ച്, ഓ, ജീവൻ നൽകിയ വെളിച്ച്, വീണ്ടെടുപ്പുകാരനായ വെളിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്റെ അഭിഷക്തനെ ശക്തമായി ഈ രാത്രികാലം ഉപയോഗിച്ചതിനായി 2 കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഓ, ദൈവത്തിന്റെ അഭിഷക്തനെ ഇനിയും അനേകായിരങ്ങൾക്ക് പ്രയോജനമായി ദൈവം ഉപയോഗിക്കേണ്ടതിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം അവൻ ഈ മൈതാനത്തിലും ദേശത്തിലും ഓൺലൈനിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ശബ്ദം കേട്ട ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. കടന്നു വന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യാം. ഓ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ ഏലപ്പാറ IPA സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ബഹുമാനി അഭിഷക്തൻ പാസ്റ്റർ ഡേവിഡ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അളവുകൂടാ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ്റെ 3ാമത്തെ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബ്ലസ് വാഗമണിൻ്റെ 3ാമത്തെ ദിവസമാണല്ലോ. ഇന്ന് ഉയർപ്പിൻ്റെ ദിവസമാണല്ലോ. ഇവിടെ കടന്നു വന്ന ജനത്തിന് വലിയൊരു ഉയർപ്പിൻ്റെ അനുഭവം ഇന്ന് രാത്രികാലം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ അഭിഷക്തനെ ലോകമെമ്പാടുമുള്ള ജനം അറിയുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണല്ലോ. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഈ മലയിൽ കൊണ്ടുവന്ന് കർത്താവേ സ്തോത്രം സ്തോത്രം. കർത്താവ് വെളിച്ചമാണ് എന്നുള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല വെളിപ്പാടിൻ്റെ ദൂത് ഞങ്ങൾക്ക് നല്ല ഇതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വെളിച്ചത്തെയും ഇരുട്ടിനെ കുറിച്ച് പഠിക്കുവാൻ കർത്താവ് നല്ല ഒരു അവസരം തന്നതിനാൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പല ജീവിതങ്ങളിൽ ഉള്ള ഇരുട്ട് രാത്രികാലം മാറിയതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മലമേലുള്ള പട്ടണം മറയില്ല എന്ന് പറഞ്ഞ പോലെ വാഗമണിന്ന് ലോകമെല്ലാം അറിയപ്പെടുന്ന പോലെ ഈ മലമേലുള്ള ഈ സഭ ലോകമെല്ലാം അറിയുന്ന സഭയായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ മാർട്ടിൻ അവർക്കായി, സഹോദരിക്കായി, കുഞ്ഞുങ്ങൾക്കായി, ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവർക്കായി, ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ച ഉപവാസിച്ച കർത്താവെ, ഇതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കണം കർത്താവെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിലും മറ്റന്നാൾ നടക്കുന്ന ശുശ്രൂഷകളിലെല്ലാം സ്വർഗത്തിൽ ദൈവം വെളിച്ചമായി ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ദൈവം നടത്തിയ എല്ലാ നല്ല കരുവക്കായ സ്തോത്രം, നല്ല ഗാന കർത്താവെ ശുശ്രൂഷകൾക്കായ സ്തോത്രം, നല്ല ദൈവവചന ശുശ്രൂഷക്കായ സ്തോത്രം. കടന്ന് നല്ല പ്രിയപ്പെട്ട നീ അനുഗ്രഹിച്ച് അനുഗ്രഹത്തോടെ അയക്കുന്നതിനാൽ സ്തോത്രം. വീണ്ടും കർത്താവിൻ്റെ വരവ് താമസിക്കുമെങ്കിൽ വീണ്ടും ഞങ്ങൾ കൂടി കാണുവാനുള്ള ആയുസ്സും ആരോഗ്യമെല്ലാം തരുമാറാകണമേ. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു, കൃപയോട് കേൾക്കണമേ നല്ല കർത്താവേ. യേശു കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എന്നും എന്നേക്കും നാം എല്ലാവരോടുകൂടി ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നീ വേഗം വരണമേ, യേശുവേ നീ വേഗം വരണമേ. ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. മുൻപോട്ട്